ഗുഡ് ഈവനിങ് എവരിവൺ. സിവിലിയൻസും സ്വദേശി സയൻസ് മൂവ്മെന്റും സംയുക്തമായി നടത്തുന്ന ലെറ്റ്സ് ടോക്ക് എഞ്ചിനീയറിംഗിന്റെ 7ാമത് എപ്പിസോഡിലാണ് നമ്മൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. കേരളത്തിൽ ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് എന്ന വിഷയത്തെക്കുറിച്ചാണ് നമുക്കിന്നിവിടെ ടെക്നിക്കൽ ടോക്ക് കണ്ടക്ട് ചെയ്യുന്നത്. നമ്മുടെ 7ാമത്തെ എപ്പിസോഡ് ഉദ്ഘാടനം ചെയ്യുന്നതിനായി ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഹോണറബിൾ പോർട്സ് മിനിസ്റ്റർ ശ്രീ അഹമ്മദ് ദേവർകോവിൽ സാറാണ്. സാറിനെ ഏറെ ബഹുമാനത്തോടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് എ ഗെയിം ചേഞ്ചർ എന്ന നമ്മുടെ ഇന്നത്തെ ടെക്നിക്കൽ ടോക്ക് ഹാൻഡിൽ ചെയ്യുന്നത് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് CEO ആൻഡ് ഡയറക്ടർ കൂടിയായ ഡോക്ടർ ജയകുമാർ സാറാണ്. സാറിനെ ഏറെ സ്നേഹത്തോടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതുകൂടാതെ നമ്മുടെ മറ്റു ഭാരവാഹികളായ ഡോക്ടർ VN സഞ്ജീവൻ സാർ, പ്രസിഡന്റ് സ്വദേശി സയൻസ് മൂവ്മെന്റ്, ഡോക്ടർ K സോമൻ സാർ, പ്രസിഡന്റ് എനർജി കൺസർവേഷൻ സൊസൈറ്റി, എഞ്ചിനീയർ കരീം സാർ, കേരള സെൽഫ് ഫിനാൻസിംഗ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ, ആൻഡ് ഡോക്ടർ നിധി മാം, മെമ്പർ ഇന്ത്യൻ സൊസൈറ്റി ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. കൂടാതെ നിങ്ങളെ ഓരോരുത്തരെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ ലെറ്റ്സ് ടോക്ക് എഞ്ചിനീയറിംഗ് എപ്പിസോഡ് 7ന്റെ ഉദ്ഘാടനത്തിനായി ഹോണറബിൾ മിനിസ്റ്റർ ഡോക്ടർ ശ്രീ അഹമ്മദ് ദേവർകോവിൽ സാറിനെ ഏറെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൻ്റെ സംഘാടകരെ, മറ്റ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള സ്വകാര്യ പങ്കാളിയായ അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡുമായി സംസ്ഥാന സർക്കാർ 2015 ഓഗസ്റ്റ് 17 കരാറിൽ ഒപ്പുവെക്കുകയും ഡിസംബർ 5-ാം തീയതി നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു. കരാർ പ്രകാരം ഈ പദ്ധതിയുടെ 1ാം ഘട്ട നിർമ്മാണം 2019 ഡിസംബർ 3 പൂർത്തീകരിക്കേണ്ടതായിരുന്നു. എന്നാൽ പദ്ധതിയുടെ പ്രധാന ഘടകമായ പുലിമുട്ടിൻ്റെ നിർമ്മാണത്തിലുണ്ടായ കാലതാമസം മൊത്തം പദ്ധതിയെ വൈകിപ്പിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാക്കിയത്. ചെറുകിട പാറ വിതരണക്കാരെ ആശ്രയിച്ച് പുലിമുട്ട് നിർമ്മാണവുമായി മുന്നോട്ട് പോകുവാനുള്ള കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ശ്രമമാണ് തിരിച്ചടിയായത്. ഇപ്രകാരം പാറ കണ്ടെത്തുന്നതിന് ബുദ്ധിമുട്ട് നേരിട്ട സാഹചര്യത്തിൽ സർക്കാർ ഇടപെട്ട് ഈ പ്രശ്നം പരിഹരിച്ചു വരികയാണ്. വിഴിഞ്ഞം തുറമുഖം പോലെ ബൃഹത്തായ പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുള്ള പുനരധിവാസ നയം രാജ്യത്തിന് തന്നെ മാതൃകയാണ്. തുറമുഖത്തിൻ്റെ നിർമ്മാണത്തിനു വേണ്ടി നടത്തിയ പാരിസ്ഥിതിക സാമൂഹിക ആഘാത പഠന റിപ്പോർട്ടിൽ പദ്ധതി മൂലം തൊഴിൽ ദിനങ്ങൾ നഷ്ടപ്പെടുന്നവർക്കുള്ള നഷ്ടപരിഹാരത്തെയും പുനരധിവാസത്തെയും കുറിച്ച് പരാമർശിച്ചിരുന്നു. അതുപ്രകാരമുള്ള ഏറ്റവും സമഗ്രവും സുതാര്യവുമായ പുനരധിവാസ പദ്ധതിയാണ് സർക്കാർ വിഴിഞ്ഞത്ത് നടപ്പാക്കിയിട്ടുള്ളത്. ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതിലും അവർക്കുള്ള നഷ്ടപരിഹാരം നിശ്ചയിക്കുന്നതിലും ഒരു തരത്തിലുള്ള ക്രമക്കേടും നടക്കാതിരിക്കുവാൻ സർക്കാർ റവന്യൂ ഡിവിഷൻ ഓഫീസർ ചെയർമാനായ കമ്മിറ്റിയും അപ്പീലുകൾ പരിശോധിക്കുന്നതിന് ജില്ലാ കളക്ടർ ചെയർമാനായ അപ്പീൽ കമ്മിറ്റിയുമാണ് രൂപീകരിച്ചത്. പുനരധിവാസം ആവശ്യമായ എല്ലാ തൊഴിലാളി വിഭാഗങ്ങൾക്കും കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിരുന്നതിലും ഉപരിയായ നഷ്ടപരിഹാരമാണ് സർക്കാർ അനുവദിച്ചത്. 20 കോടി രൂപ നഷ്ടപരിഹാരം കേന്ദ്രം ശുപാർശ ചെയ്തപ്പോൾ സംസ്ഥാന സർക്കാർ ഇതുവരെ ഏതാണ്ട് 100 കോടി ഈ ഇനത്തിൽ ചിലവാക്കി കഴിഞ്ഞു. ഇതിന് പുറമെ സ്ഥലവാസികളുടെ ആവശ്യം പരിഗണിച്ച് പദ്ധതി പ്രദേശത്തെ പുനരധിവാസം, മാലിന്യ പ്രശ്നങ്ങൾ, ചികിത്സാ സഹായം മെച്ചപ്പെടുത്തൽ തുടങ്ങിയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി അദാനി കമ്പനിയുടെ സാമൂഹിക പ്രതിബദ്ധതാ പദ്ധതിയിൽ നിന്നും പണം ചെലവാക്കുന്നുമുണ്ട്. വിഴിഞ്ഞം തുറമുഖം നമ്മുടെ സംസ്ഥാനത്ത് അവസരങ്ങളുടെ ഒരു പുതിയ വാതായനം തുറക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാജ്യത്തെ കണ്ടെയ്നറുകളുടെ ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനലായി വിഴിഞ്ഞം മാറും. ഇപ്പോൾ ദുബായ്, സിംഗപ്പൂർ, കൊളംബോ തുറമുഖങ്ങൾ ആശ്രയിക്കുന്ന കണ്ടെയ്നർ വ്യവസായം വിഴിഞ്ഞത്തേക്ക് പറിച്ചു നടാൻ കഴിയുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. അതോടൊപ്പം നമ്മുടെ സംസ്ഥാനത്തെ സർവീസ് മേഖലകളിൽ, പ്രത്യേകിച്ച് ടൂറിസം, വാണിജ്യം, ഗതാഗതം തുടങ്ങിയ രംഗങ്ങളിൽ വലിയ കുതിച്ചുചാട്ടമാണ് പ്രതീക്ഷിക്കുന്നത്. ഈ പുതിയ അവസരങ്ങളെ പ്രയോജനപ്പെടുത്തുവാൻ സംസ്ഥാന ഈ മേഖലകളിൽ ഗണ്യമായ പുരോഗതി കൈവരിക്കേണ്ടതുണ്ട്. കേരയിൽ പോലുള്ള ആധുനിക ഗതാഗത സംവിധാനങ്ങൾ ഇവിടെയാണ് പ്രസക്തമാകുന്നത്. നമ്മുടെ ചെറുമുഖ തുറമുഖങ്ങളെ ഈ ശൃംഖലയിൽ ഉൾപ്പെടുത്തി അനുബന്ധ വ്യവസായങ്ങൾ വികസിപ്പിക്കുവാനും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. സാമൂഹിക രംഗത്ത് എന്ന പോലെ സാമ്പത്തിക രംഗത്തും കേരളം രാജ്യത്തിന് മാതൃകയാകാനുള്ള ശ്രമത്തിലാണ്. തീർച്ചയായും ആ സഞ്ചാരപഥത്തിൽ വിഴിഞ്ഞം പദ്ധതി ഒരു നാഴികക്കല്ലാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ മേഖലകളുടെ വികസനത്തിന് സംസ്ഥാനത്തെ എല്ലാ പ്രമുഖ വാണിജ്യ വ്യവസായ സംഘടനകളുടെയും കൂട്ടായ പ്രവർത്തനം ആവശ്യമാണ്. സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനകൾ ഈ സംവിധാനങ്ങളെ സർക്കാരിൻ്റെ ലക്ഷ്യത്തോടൊപ്പം
ചുവട് വെക്കാൻ ആവശ്യമായ ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കേണ്ടതാണ്. ഇന്ന് നടക്കുന്ന ഈ ചർച്ചയിൽ നമ്മുടെ നാട്ടിൻ്റെ മുന്നോട്ടുള്ള കുതിപ്പിനുള്ള ആശയങ്ങൾക്ക് രൂപം നൽകുവാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നാടിൻ്റെ മുന്നോട്ടുള്ള സഞ്ചാരത്തിൽ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഒപ്പം നിൽക്കുവാൻ എല്ലാവരെയും ആഹ്വാനം ചെയ്തുകൊണ്ടും തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടും ഈ ചർച്ച ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. താങ്ക് യു സർ. താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ടൈം വിത്ത് അസ്. അടുത്തതായി വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് എ ഗെയിം ചേഞ്ചർ എന്ന ടോപ്പിക്കിനെ കുറിച്ച് ടെക്നിക്കൽ ടോക്ക് നടത്തുന്നതിനായി ഈ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിന്റെ സിഇഒയും ഡയറക്ടറും കൂടിയായ ഡോക്ടർ ജയകുമാർ സാറിനെ ഞാൻ ഏറെ ബഹുമാനത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. Honorable Minister for Ports, Museum, Archaeology and Archives, who has inaugurated the series Let's Talk Engineering this evening, organizers and members of Civilianz, Swadeshi Science Movement, Association of Engineers Kerala, Energy Management Center, Energy Conservation Society, Indian Society for Technical Education, and Kerala Self-Finance Engineering College Management Association, and my dear friends. Good evening to all of you. I'm really delighted at the opportunity given to me to deliver this talk on the upcoming port at Vizhinjam. I'm all the more delighted because the participants are mostly engineers, and that too many engineers in the making. COVID-19 pandemic has forced to confine to the monitors to participate in such programs. So this has become the new normal now. Initially, when the COVID outbreak happened in Wuhan, China, everyone thought it's China's problem. Nobody thinks that anymore. The first country to be hit by COVID is now the only one with a fast recovering economy and re-emerging population. And for the rest of the world, uncertainty is the only certainty. But we will overcome all the situation and survive all the odds. So therefore, with a message that all of us please stay and take care, let me embark on my subject, which is Vizhinjam International Seaport, which is a subject of discussion now. And the topic is Vizhinjam International Seaport, the game changer. So let's talk engineering. So before I embark on the subject, let's have a feel of our country and the aspirations that we have. As far we should be proud of our country, India. And so I start with a slide showing that the future is here. India, definitely the future is here. 2050, how India will be positioned. And these are just aspirations. I hope you will also appreciate or acknowledge the aspirations which I'm showing here. So India will be a superpower which accounts for 25% of the GDP of 9 developed nations of the world. And if you look at India in the year 2030, Indians would have reached every corner of the world, be it services, manufacturing, engineering, IT, and biotech, research, finance, retail, or banking, be it any section. But we have already reached all parts of the world in these sectors. And India, in 2025, Microsoft would shift its headquarters to India. India becomes the financial hub of the world, and India will become the largest R&D center of the world. And we will be able to cross $5 trillion economy by 2030. Where are we right now? India in the year 2022 just started this January. Let me wish you all a very happy new year. So we are in the first month of the year 2022. And where are we now, or what are we now? India is the largest resource of
555 million young people under the age of 25. And we are the largest service provider in the world. And we are the largest knowledge center in the world. There are more engineers and technicians in Bangalore than the Silicon Valley in US. And on purchasing power parity, India is the third largest economy behind US and India. So therefore, it's truly fascinating India. And South India is even more fascinating. How can we say like that? IT boom has already converted Bangalore into an international city, and Chennai has become the Detroit of India with a lot of automobile manufacturers from all over the world in Chennai. Tirupati is one of the world's most religious sites and one of the richest temples in the world. And Kerala is already God's own country, as we all know. And the largest contribution of revenue from the 4 southern states for our nation is southern India. So definitely South India is even more fascinating. But still, with Vizhinjam becoming the country's container transshipment hub, it's going to be a game changer, which is going to change the face of not only Trivandrum, but the region as a whole, especially southern India, which overlaps with Tamil Nadu. So now, with these few slides, let me shift over to maritime trade, which is the topic now. India, if you look at India as a country, we are 18% of the world's population, but still handles only 1% of world's cargo, which is a minuscule volume or cargo. And this volume still translates to about $718 billion of annual foreign trade. And what is responsible for this exim trade? So carrying the major maritime operations, the major weight and responsibility of this trade are through our Indian ports. And now, coming to the ports sector, let's look at the Indian port scenario. If we, as we discussed now, if you look at the maritime trade, 95% of the total cargo in terms of volume and 70% in terms of monetary value is through sea. And we have a coastline of 7,517 kilometers studded with 12 major ports and around 200 non-major ports, of which only 141 are operable. These non-major ports and major ports are not in terms of the size of the ports, but major ports come under the control of Government of India, and non-major ports or minor ports or intermediate ports, they come under the respective maritime state governments. So that is the difference between major ports and non-major ports. A non-major port can be a mega port, but it cannot be a major port unless it is brought under the ambit of Government of India, Ministry of Shipping. And if you look at the cargo handled, I have the data, the PACA data only for the fiscal year 2019-20. The non-major ports have handled 615 million tons of cargo, and the major ports have handled 704 million tons. And the major commodities transported or handled at these ports are petroleum oil, lubricants, iron, coal, containers. And the total growth rate, it's a cumulative compounded average growth rate. Container is growing at a rate of 12%, and the overall growth rate is 9%. Since Vizhinjam is poised to be developed as a container terminal, hereafter I'll be talking only with respect to container handling and container cargo scenario. So what is containerization? Because now, as we all know, we might have seen container movement happening. We could have seen the containers transported in trucks. So a typical container dimensions are of length 20 feet and 40 feet in length, and 8 feet by 8 feet in cross-sectional area. And this 120 feet long container is expressed as 1 TEU, that is 1 20-foot equivalent unit.
So these are typical container dimensions. On the left side, you can see a 20-foot container, and this is a 40-foot container. These are typical containers which are universally accepted and transported in vessels. So unless these container dimensions are to the specified size, it will be difficult for the vessels to accommodate the containers and also at the ports. So these are the two different types of containers normally handled at the ports and by the shipping lines. And the left side called a 1 TEU container, and the other one is a 2 TEU container. Now, if you see the container trade in India, the volume handled in 2019-20, it was 16.10 million TEUs. That means 16.1 million boxes were handled in the year 2019-20. And if you look at the Indian level of containerization, we are much below the global standard. The global standard is 80%, which means the goods that are containerized up to 80% in developed countries, whereas we are still with 22%. So we have much long way to travel. So this gives an indication as to how much our ports should be developed to handle containers, and the level of containerization has to grow. And if you look at the non-major ports, they significantly contribute to the future container traffic. And the top 3 container ports like Jawaharlal Nehru Port Trust, Mundra Port, and Chennai together control 75% of the total container traffic. Here, Mundra Port is a non-major port because that comes under the Gujarat Maritime Board or Gujarat government, and it is operated by Adani Ports and SEZ company. Whereas JNPT and Chennai, they are major ports which come under Government of India. And if you look at the ports in south, largely Chennai, Kochi, and Tuticorin, they account for 30% of the total container volumes. Just these are some statistics to show how the container volumes are spread over these ports and how much we need to traverse to reach the standards of the developed nations. And now coming to transshipment. What is transshipment? Now, our ports handle cargo and various types of cargo and containers. But transshipment, what is transshipment? It is the transfer of goods to an intermediate destination and then to another destination. So here, I'll try to explain in Malayalam. Ipo nammade, for example, എയർപോർട്ട് സെക്ടർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലോകത്തിൻ്റെ ഏതെങ്കിലും കോണിലേക്ക് യാത്ര ചെയ്യണമെങ്കിൽ വി ഐദർ ഗോ ടു ഡൽഹി ഓർ ബോംബെ, ഡൊമസ്റ്റിക് എയർക്രാഫ്റ്റിൽ പോയിട്ട് അവിടെ നിന്ന് ഡൊമസ്റ്റിക് അവിടെ ചെന്നിട്ട് അവിടെ ചെല്ലുമ്പോഴായിരിക്കും വി വിൽ ഗെറ്റ് കണക്ഷൻസ് ടു ഓൾമോസ്റ്റ് ഓൾ പാർട്സ് ഓഫ് ദ വേൾഡ്. അത് ബോംബെയും ഡൽഹിയും ഒക്കെ അവിടെ നിന്ന് പോകുന്ന സർവീസസ് പല എയർപോർട്ട് എയർലൈൻ ഓപ്പറേറ്റേഴ്സോടെ ഉണ്ടാവും. ബട്ട് ഇതിനെക്കാട്ടിയും ഒരു വലിയ ട്രാൻസ്ഫർ നടക്കുന്നത് ഫോർ എക്സാമ്പിൾ സിംഗപ്പൂർ എയർപോർട്ട്, ചാങ്ങി, ദുബായ്. ഇപ്പോൾ ന്യൂയോർക്കിൽ പോകണമെന്നുണ്ടെങ്കിൽ ബോംബെയിൽ നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ട് ന്യൂയോർക്കിൽ, അല്ലെങ്കിൽ ഡൽഹിയിൽ നിന്നും ഉണ്ട്. പക്ഷേ ദ ഫ്രീക്വൻസി ഈസ് വെരി ലിറ്റിൽ. So if you go to Dubai or Abu Dhabi or Singapore or Changi airport, you get within 24 hours you can fly to any part of the world. So that is called a transshipment or a hub port, a hub airport. This concept is transshipment of container movement. Or Indian ports ഇവിടെ ഈ പോർട്ടുകളിലേക്കുള്ള ട്രാൻസ്ഷിപ്മെന്റ് നടത്തുന്നത് അല്ലെങ്കിൽ ട്രാൻസ്ഷിപ്മെന്റ് ഓപ്പറേഷൻസ് നടക്കുന്നതിന് ഒരു ഡീപ്പ് വാട്ടർ പോർട്ട് ഇല്ല. അതുകൊണ്ട് നമ്മളെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് പോർട്ട്സ് ലൈക്ക് ദുബായ്, സിംഗപ്പൂർ, കൊളംബോ, സലാല, പോർട്ട് ക്ലാങ്, മലേഷ്യൻ പോർട്ട്സ് ഒക്കെയാണ്. കാരണം
നമുക്ക് ഇവിടെ ഉള്ള പോർട്സിനൊന്നുള്ളും adequate water depths ഇല്ല to bring in very large container vessels. കൂടാതെ ഈ feeder services from these ports emanating from the hub port to the feeder ports ഇല്ല. പിന്നെ അതുകൂടാതെ ഈ ഒരു ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ അത് ഇറ്റ് ഷുഡ് ബി ഹഗ്ഗിങ് ദ ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് ലൈൻസ്. അതും ഇന്ത്യയിലെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ഒരു ലൊക്കേഷനും ഇങ്ങനെയുള്ള ഡീപ്പ് വാട്ടേഴ്സ് അവൈലബിൾ ആയിട്ടുള്ള പോർട്സും ഇന്ത്യയിൽ ഇല്ല. അതുകൊണ്ട് ഇന്ത്യ ലാക്സ് എ ട്രാൻസ്ഷിപ്മെന്റ് ഹബ്. അവിടെയാണ് വിഴിഞ്ഞത്തിൻ്റെ പ്രസക്തി വരുന്നത്. അത് ഐ കം ടു ദാറ്റ് സ്ലൈഡ് later. So now, if you look at the transshipment ports, നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ട്രാൻസ്ഷിപ്മെന്റ് പോർട്സ് ആണ്. യൂറോപ്പിലൊക്കെ നിരവധി ട്രാൻസ്ഷിപ്മെന്റ് പോർട്സ് ഉണ്ട്. ഇത് കൂടാതെ ഈ സുയസ് കനാൽ ഫാർ ഈസ്റ്റ് റൂട്ടിലും ഇവിടെ നോക്കുകയാണെങ്കിൽ സലാല, ദുബായ്, പോർട്ട്ലാൻഡ്, സിംഗപ്പൂർ, ഇതെല്ലാം കാണുന്ന ട്രാൻസ്ഷിപ്മെന്റ് പോർട്സ് ആണ്. അപ്പം ഇന്ത്യക്ക് ഉള്ള ചരക്ക് അല്ലെ കണ്ടെയ്നർ കാർഗോയുടെ ട്രാൻസ്ഷിപ്മെന്റ് ഇപ്പോൾ നടക്കുന്നത് സലാല, ദുബായ്, കൊളംബോ, പോർട്ട്ലാൻഡ്, സിംഗപ്പൂറാണ്. സോ ഇത് കാരണം വി ആർ ലൂസിങ് ട്രെമൻഡസ് എമൗണ്ട് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ഏർണിങ്സ്. മോർ ഓവർ നമുക്ക് ഇവിടെ കിട്ടേണ്ട പോർട്ട് ഒരു ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടിൻ്റെ ആബ്സെൻസ് കൊണ്ട് വി ആർ ലൂസിങ് കൺസിഡറബിൾ റവന്യൂ ഫോർ ദ പോർട്ട്. ആൻഡ് ഓൾസോ ഈ ലോജിസ്റ്റിക്സ് ഇൻഎഫിഷ്യൻസീസും കൂടുതലാണ് ബിക്കോസ് ഓഫ് ട്രാൻസ്ഷിപ്മെന്റ് ഹാപ്പനിങ് ഇൻ ദ ഫോറിൻ സോയിൽ. നമ്മുടെ ഇന്ത്യയുടെ കാർഗോ അല്ലെങ്കിൽ മാരിടൈം ട്രേഡിൻ്റെ വളർച്ച കണ്ടിട്ടാണ് കൊളംബോയുടെ പോർട്സ് ഡെവലപ്പ് ചെയ്യുന്നത്. കാരണം കൊളംബോയിൽ അവർക്ക് ഡീപ്പ് വാട്ടർ പോർട്ടുണ്ട്. ആൻഡ് ഈ ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് ലൈൻസ്, പ്രധാനപ്പെട്ട ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് ലൈൻസ് വിച്ച് ഹഗ് ദ സദേൺ മോസ്റ്റ് ടിപ്പ് ഓഫ് ഇന്ത്യൻ പെനിൻസുല, it passes along by the side of hugging Colombo also. So as a result, all the transshipment happens at mainly at Colombo and at the other ports like Singapore and other places. അപ്പോൾ ഇന്ത്യയുടെ ചരക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 60% ഓഫ് ട്രാൻസ്ഷിപ്മെന്റ് അല്ലെങ്കിൽ ട്രാൻസ്ഷിപ്ഡ് കാർഗോ ഫോർ ദ ഇന്ത്യൻ പോർട്സ് happen at the port of Colombo, which is really a very sad part. അതുകൊണ്ടാണ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് എന്ന രീതിയിൽ ഇവിടെ ഒരു പോർട്ട് വിഭാവനം ചെയ്യാനായിട്ട് ആലോചിച്ചതും ആ പോർട്ട് എങ്ങനെയാണ് മറ്റുള്ള തുറമുഖങ്ങളിൽ നിന്ന് വ്യത്യസ്തമാവുന്നതെന്ന് ഉള്ളത് ഇനിയുള്ള സ്ലൈഡ്സിൽ നമുക്ക് പരിശോധിക്കാം. സോ നൗ കീ ഫാക്ടേഴ്സ് ഡ്രൈവിംഗ് ദ നീഡ്. നേരത്തെ പറഞ്ഞതുപോലെ ഇൻക്രീസ് ഇൻ കണ്ടെയ്നറൈസേഷൻ, ബിക്കോസ് വി ആർ ഓൺലി അറ്റ് ദ ലെവൽ ഓഫ് 22%. ആൻഡ് ടു അറ്റെയിൻ 80% കണ്ടെയ്നറൈസേഷൻ അച്ചീവ് ചെയ്യുന്ന പാടാണെങ്കിലും ആ മുന്നോട്ടുള്ള പ്രയാണത്തിൽ വി നീഡ് ടു ലുക്ക് അറ്റ് മോർ കണ്ടെയ്നർ പോർട്സ് ആൻഡ് അറ്റ് ദ സെയിം ടൈം ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട് ടു. ആൻഡ് because of considering the economies of scale, ship sizes or mother vessel sizes are increasing day by day, and for which we don't have deep water ports along the coast of India. So lack of deep water ports is a compelling need, especially for transshipment. And mother vessels, as I've shown earlier, the world's 30% of the cargo movement happens along the southern most tip of Indian Peninsula. ഈ major international shipping lanes, one from the Far East, Suez to Far East, and the next one from Dubai to Far East. ഈ രണ്ട് major shipping lines, the world's 30% of the cargo movement happens through these lanes. And these lanes are hardly 10 nautical miles away from Vizhinjam. So majority of the Indian containers are transshipped at foreign ports like Colombo, Dubai, and Singapore, since we lack a transshipment hub. Now, ഈ ഒരു ട്രാൻസ്ഷിപ്മെന്റ് ബിസിനസിന്റെ ഒരു വോളിയം കാണിക്കുന്നതാണ്. കൊളംബോ handles 60% of Indian transshipment, which translates to 2.5 million. In 2019-20, 2.5 million TEUs, അതായത് 25 ദശലക്ഷം കണ്ടെയ്നേഴ്സ് ആണ് ഇന്ത്യക്കുള്ള കണ്ടെയ്നേഴ്സ് കൊളംബോയിൽ ഹാൻഡിൽ ചെയ്തത്. സിമിലർലി
Port of Singapore handled 10%, Malaysia 3%, and Dubai port 2%. So if there is a transshipment terminal in our soil, we can definitely wean away a lot of container cargo to our Indian soil, which will add or which will be able to recover the foreign exchange earnings which we are losing now, and also we can improve the cost of manufactured goods in our country. So again, why Vizhinjam? Transshipment hub വേണമെന്നുള്ള ഒരു കാര്യത്തിലേക്ക് നമ്മൾ എത്തി. എന്തുകൊണ്ട് വിഴിഞ്ഞം? Vizhinjam is at the southernmost tip of India, central along coastline. If you look at India, India is at the southern bottom end of the funnel, and it's a triangular portion where Vizhinjam is at the southern tip, which is almost centrally located to the Indian coastline. So an equal distribution of feeder vessels or feeder cargo to either side, or to a east coast and west coast, is possible. The international shipping routes, നേരത്തെ പറഞ്ഞ പോലെ 10 nautical miles away ആണ്. So very close to Vizhinjam, and access to a large hinterland South India. If you look at India, southern India, we have 4 states: Kerala, Karnataka, Tamil Nadu, and Andhra Pradesh. ഈ വിഴിഞ്ഞത്ത് ഇറക്കാൻ പറ്റുന്ന ഒരു കാർഗോ അല്ലെ കണ്ടെയ്നർ ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ within 2 days we can service to any part of within the South Indian states. So that is the advantage if we have a good rail connectivity and road network. And another natural advantage of Vizhinjam is we have very natural deep waters within 20 that is within a nautical mile we have 20 meters water depth, which is quite natural. So ഇത്രയും വാട്ടർ ഡെപ്ത് ഉള്ള പോർട്സ് ഇന്ത്യയുടെ വേറെ ഒരു കോസ്റ്റ് ലൈനിലും ഇല്ല. ഓഫ് കോഴ്സ് ഉണ്ട്, മുന്ദ്ര പോർട്ടിലുണ്ട്, ജവഹർലാൽ നെഹ്റു പോർട്ടിൽ ഓഫ് ഷോറിലുണ്ട്. ബട്ട് ഈ പോർട്സിൽ ഒന്നും ഈ ഇന്റർനാഷണൽ ഷിപ്പിംഗ് ലൈനിലുള്ള മൂവ് ചെയ്യുന്ന മദർ വെസൽസ് അല്ലെങ്കിൽ വലിയ ലാർജ് വെസൽസ്, they can't afford to deviate from the shipping lines and go to these ports and come back because the voyage cost is very, very expensive. അതുകൊണ്ട് വിഴിഞ്ഞം പോലത്തെ ഒരു ലൊക്കേഷൻ which is very close to the international shipping lane ആണ് shipping lines would prefer. And വിഴിഞ്ഞത്തിനെ സംബന്ധിച്ചിടത്തോളം it can cater to very large container vessels, even up to 24,000 TEU. The world's largest container vessel now plying is it can carry 24,000 TEU boxes or 24,000 boxes at 1 TEU capacity. 24,000 TEU boxes carry ചെയ്യുന്ന വെസൽസ് ആണ്. അത് അനായാസം വിഴിഞ്ഞം തുറമുഖത്ത് അടുപ്പിക്കാൻ സാധിക്കും. ഈ ഒരു പ്രത്യേകത വേറെ ഒരു തുറമുഖത്തും സാധിക്കില്ല. And another last but not the least, വിഴിഞ്ഞത്തിനെ സംബന്ധിച്ചോളം we have a very minimal littoral drift. That is, unlike other coasts where there is a lot of sand movement along the coast which depends on the wave direction and wave intensity, വിഴിഞ്ഞത്തിനെ സംബന്ധിച്ചോളം ഇതുപോലത്തെ സാൻഡ് മൂവ്മെന്റ് അലോങ് ദ ഷോർ വളരെ കുറവായതിനാൽ മെയിൻ്റനൻസ് ഡ്രിഡ്ജിങ്ങും ഓൾമോസ്റ്റ് നില്ലാണ്. സോ ഇതൊക്കെ ഈ ഫാക്ടേഴ്സാണ് വിഴിഞ്ഞത്തിനെ ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബായിട്ട് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു മേജർ ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടി ഉള്ള തീരുമാനം എടുത്തത്. അതുകൂടാതെ ഓഫ് ലേറ്റ് മാരിടൈം ഇന്ത്യ വിഷൻ 2030 എന്ന ഡോക്യുമെൻ്റ് ഈ ഫെബ്രുവരിയിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി റിലീസ് ചെയ്ത ഡോക്യുമെൻ്റ് ഉണ്ട്. അതിൽ വിഴിഞ്ഞത്തിന് ഹാസ് ബീൻ ഡിസൈഡഡ് ടു ബി അക്കോർഡഡ് ടോപ്പ് പ്രയോറിറ്റി for the development of Vizhinjam, and support of government of India, central government would be provided എന്ന് അതിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. So this is one of the largest container vessels called at Vizhinjam anchorage on the 15th of July 2020. വിഴിഞ്ഞം തുറമുഖം നിർമ്മാണത്തിലിരിക്കുകയാണ്. എന്നാൽ ഇവിടെ ഇപ്പോൾ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റിയാണ് ക്രൂ ചേഞ്ച്. ഇവിടെ ലോകത്തിലെ ഒരു വലിയ മദർ വെസൽ, ഒരു വലിയ mother vessel which was carrying almost 23,000 TEU containers. അത് കണ്ടാൽ ഈ അറിയാൻ സാധിക്കും. സോ ഈ ഒരു വെസലിൽ ഈ ജൂലൈ കഴിഞ്ഞ വർഷം 2020 ഇതൊരു ക്രൂ ചേഞ്ച് ആക്ടിവിറ്റിക്ക് വേണ്ടി വന്നു. കാർഗോ അൺലോഡ് ചെയ്യാനായിട്ടല്ല,
ക്രൂ ചേഞ്ചിന് വേണ്ടി വന്നു. അത് സക്സസ്ഫുള്ളി ക്രൂ ചേഞ്ച് നടത്തി പോവുകയുണ്ടായി. സോ നൗ വിഴിഞ്ഞം is known in the maritime map for a very efficient crew change, which is handled by the Kerala Maritime Board and the Government of Kerala. So now, again coming back to the international shipping routes, ഈ നേരത്തെ പറഞ്ഞതാണ്, ഇതാണ് പ്രധാനപ്പെട്ട ഷിപ്പിംഗ് ലൈൻസ്. ഇത് ഫ്രം ഫാർ ഈസ്റ്റ്, മിഡിൽ ഈസ്റ്റ് ഫാർ ഈസ്റ്റ് റൂട്ട്, ഫ്രം ദുബായ് സലാല വന്ന് ഫാർ ഈസ്റ്റിലോട്ട് പോകുന്നു, ഹോങ്കോങ്, ചൈന തുടങ്ങിയ സ്ഥലങ്ങളിലോട്ടും. ഇത് ഫ്രം ഇൻ്റർനാഷണൽ സൂയസ് ഫാർ ഈസ്റ്റ് റൂട്ട്, ഈ റൂട്ട്, ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട ഷിപ്പിംഗ് ലൈൻസ്. ഈ തുറമുഖങ്ങളുടെ ക്ലോസപ്പ് വ്യൂ ആണ്. ഇപ്പം നോക്കുകയാണെങ്കിൽ വിഴിഞ്ഞത്തുനിന്ന് 10 നോട്ടിക്കൽ മൈൽസേ ഉള്ളൂ. അതേ സെയിം അഡ്വാൻറ്റേജ് ഇപ്പം കൊളംബോയുടെ ഹമ്പൻടോട്ട പോർട്ടിനുണ്ട്, അതും 10 നോട്ടിക്കൽ മൈൽസ് ആണ്. കൊളംബോ പോർട്ട് ഇപ്പം ഡെവലപ്പ് ചെയ്തും ഒരു ഡീപ്പ് വാട്ടർ പോർട്ടാണ്, അത് 28 നോട്ടിക്കൽ മൈൽസ്. ട്യൂട്ടുക്കുറിൻ ഇസ് 100 നോട്ടിക്കൽ മൈൽസ്. ബട്ട് അവിടെയൊക്കെ വളരെ ഷാലോ വാട്ടർ ഡെപ്സ് ആണ്, 9 meters ഒക്കെ ഉള്ളൂ. അവിടെ ഡ്രെഡ്ജിങ് ഇസ് വെരി വെരി ഡിഫിക്കൾട്ട് ടു ബ്രിങ് ഇൻ വെരി ലാർജ് വെസൽസ്. ആൻഡ് മോർ ഓവർ ഈ ഷിപ്പിംഗ് ലൈനിൽ നിന്ന് ഒരു വലിയ ലാർജ് മദർ വെസൽ, they don't afford to deviate to Tuticorin and come back. Similarly, they won't afford to deviate to Mumbai and come back. Of course, Kochi is only 72 nautical miles from the shipping lane. But the problem is, കൊച്ചി ഈ ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനൽ എന്നുള്ള ആശയത്തിലാണ് അവിടെ വല്ലാർപാടം കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനൽ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തതും. അത് DP വേൾഡ് അതിൻ്റെ കൺസെഷൻ എടുത്ത് അത് ഡെവലപ്പ് ചെയ്തു. എന്നാൽ 10-15 വർഷങ്ങൾക്ക് മുമ്പ്, when the International Container Transshipment Terminal was conceived by Government of India, Ministry of Shipping, at that time the mother vessels were of the sizes like maximum 8,000 TEUs. So 8,000 TEU vessels in കയറേണ്ട ഡ്രാഫ്റ്റ് അതിൽ വാട്ടർ ഡെപ്ത് ഒരു 15 meters, 14.5 meters മതിയാവുമായിരുന്നു. എന്നാൽ ഇന്ന് അതിനെക്കാട്ടിയും ഈവൻ 20,000, 24,000 TEU വെസൽസിന് ഇന്ന് ആവശ്യമുള്ള വാട്ടർ ഡെപ്ത് മിനിമം 18 meters വേണം. സോ നമ്മുടെ ഈ വിഴിഞ്ഞം ചാനല് ഡ്രാഫ്റ്റ് ഡെപ്ത്, വാട്ടർ ഡെപ്ത് 18.4 meters ആയിട്ടാണ് ഇപ്പോൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ ഇന്ന് ഈ ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് ലൈൻസിൽ കൂടുന്ന വെസൽസിനൊന്നും ഈ വല്ലാർപാടത്തോ അല്ലെങ്കിൽ കൊച്ചിൻ തുറമുഖത്തോ അടുക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ട് ഈ ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനൽ അല്ലെങ്കിൽ ഇത്രയും വലിയ ലാർജ് സ്കെയിൽ ട്രാൻസ്ഷിപ്മെൻറ്റ് ബിസിനസ് നടക്കണമെന്നുണ്ടെങ്കിൽ അത് വിഴിഞ്ഞത്ത് മാത്രമേ ഇനി സാധിക്കുകയുള്ളൂ. ഈ സ്ലൈഡ് കാണിക്കുന്നത് the real project planning for the port at Vizhinjam we started 20 years back. That is by 2001 or 2002 we started the technical studies and conceptualization of this port. And since then, lot of consultants and technical institutions have laid their hands for the various studies, transaction advisory, project structuring, financial modeling, real field investigations and things like that. For example, transaction advisory, Government of Kerala kuda Government of India participate idu. WISL is the implementing agency which I'm working with. It is called Vizhinjam International Seaport Limited. This is the company which is implementing the project. This company is headed by the Honorable Chief Minister, and we have a very big director board consisting of 7 ministers, Honorable MP, Chief Secretary, then Additional Chief Secretary Finance, Additional Chief Secretary, Principal Secretary Reports, Managing Director, and myself. So it's a big body or a company which oversees the implementation of the project. And other കൂടാതെ ILNFS IDC, that is IIDC, International Finance Corporation of World Bank, EY, ഇവരെല്ലാം ഈ പ്രോജക്ട് സ്ട്രക്ചറിങ്ങിൽ നല്ലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. കൂടാതെ പല കൺസൾട്ടൻസ്, റോഗെ മറൈൻ കൺസൾട്ടിങ് ജർമ്മനി, ഡ്രൂറി കൺസൾട്ടൻസ് UK, L&T, Royal Haskoning, ACOM, L&T Ramot, you name any major consultant internationally, they would have laid their hands in our project. Even now, there are a lot of consultants working on this project. So it's such a
large project, which is quite complex too in terms of engineering. So if you look at this, this is a Google map where an artistic impression of the upcoming port is planted. You can see this is the existing fishing harbor. And if you see this layout of the site, from this point, you can see this is a concave in nature. So the port has been sited or located within a concave portion of this area, Vizhinjam. And here, this is an existing fishing harbor, which is 30 or 40 years old, and which is serving very largely to the local fishing community. And from this leeward breakwater, these are the two breakwaters of the fishing harbor. And from this leeward fishing breakwater, the upcoming port's breakwater is 400 meters away from this breakwater. So, ഇതാണ് പുതിയ port which is being built inside. And ഇതാണ് ഇതിൻ്റെ പുലിമുട്ട്. This is 3.1 kilometer long to be a breakwater which is to be constructed in the first phase and which will be extended up to 4 kilometers in the subsequent phases. So in the first phase, we are interested only in completing the phase 1 of the 3,100 meters long breakwater. So by doing this breakwater, you create a tranquil area inside for the ships to come inside, turn around, and then accommodate at the berths here. And this is the shoreline. This is the original shoreline, which you can see extending further south. And this is the reclaimed area proposed for the container yard and for the berth and other port facilities. So here, the area, this is almost 500 meters in width, which has been reclaimed by the sand which has been dredged out of this channel and the turning circle. And this is used for creating the first 800 meters long and 500 meters wide container terminal. So the 60% of the dredging and or the reclamation of this portion is ready. So we'll have a look at it subsequently. So this is the layout of the port, and these are, you can see the containers stacked here. And in the first phase, there will be an 800 meter long berth, which can accommodate two very large mainline vessels, each 400 meters in length and 60 meters in width. In the lanes, world's largest shipping mainline mother vessel, 400 meter നീളവും 60 meter വീതിയും 16 meters or 16.5 meters draft, അതായത് ഷിപ്പിൻ്റെ താഴോട്ടുള്ള ഇമ്മേഴ്സ്ഡ് ഡെപ്ത് ആണ്. അതിന് 16.5 meters വരെ ഉണ്ട്. അതിന് അനായാസം ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് ഈ ബർത്ത് ഡിസൈൻ ചെയ്തിരിക്കുന്നതും ഇതിൻ്റെ ചാനലും എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. So this is the container yard, and this will be the railway yard lines inside. And the approach road starts from this point, which will be connected to the National Highway 66, which is 2 kilometers from this point. And the railway line starts from here, and this will be taken to the Balramapuram railway station, which is along the Trivandrum Kanyakumari railway route. So again, this is the phase 1. This is the 2 kilometer long container berth. When the port is fully developed, this will be able to handle 3 million TEUs of containers, whereas in the first phase, the capacity will be to handle 1 million TEU. That is 10 ദശലക്ഷം containers handle in the capacity in the first phase, which is underway now. So ഇത്രയും reclamation ആവശ്യമുണ്ട് ultimate for all the 4 phases, whereas in the first phase only 53 hectares or 130 acre ആണ് ഇത്രയും reclaim ചെയ്യുന്ന പോർഷൻ ആയിട്ട് വരിക. അതായിരിക്കും container yard. And along with the development of the port, we are planning a 500 meter long jetty by the other side of the breakwater for the local fishing community. And there will be some fishing harbor facilities also constructed along with the jetty.
And now again, this is a close-up view of the port. This is the turning circle. This will be the first phase, 800 meters. And this is the breakwater. ഇതുവരെയുള്ള breakwater length ആണ് 3.1 kilometers, of which about 1,250 meters ഇപ്പോൾ core portion, not fully, but the core portion of the breakwater, which I'll be showing the cross section of the breakwater, has been completed. And ഇതാണ് പുതിയ ഫിഷിംഗ് ഹാർബർ വിഭാവനം ചെയ്യുന്നത്. ബാക്കിയുള്ള ഇതാണ് കണ്ടെയ്നർ യാർഡ്, റെയിൽവേ ലൈൻ, അതർ ട്രാൻസിറ്റ് ഗോഡൗൺസ്, സ്റ്റോറേജ് ഷെഡ്സും ബാക്കി ബാക്കപ്പ് ഏരിയയും. ഈ 130 ഏക്കർ റിക്ലെയിം ചെയ്യുന്നത് കൂടാതെ ഈ കൺസെഷനറിന്, അതായത് അദാനി പോർട്സ്, അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പ്രൈവറ്റ് ഡെവലപ്പറിന് 230 ഏക്കർ ലാൻഡ് ലൈസൻസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഈ ബ്രൗൺ ആയിട്ട് കാണിച്ചിരിക്കുന്ന ഭാഗങ്ങളും കൂടാതെ വിഴിഞ്ഞം സൈഡിലും കോട്ടുകാൽ സൈഡിലും ആയിട്ട് 230 ഏക്കർ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് ഫോർ കൺസ്ട്രക്ടിങ് ബാക്കപ്പ് ഫെസിലിറ്റീസ്, കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷൻ, ട്രക്ക് ടെർമിനൽ, വെയർ ഹൗസസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കായി. സോ ഇതാണ് പോർട്ട് ലേ ഔട്ട്. സോ കീ പ്രോജക്റ്റ് കമ്പോണൻസ് ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ്. ഫേസ് 1 ഡെവലപ്മെൻറ്റ് 2019 തീരേണ്ടതായിരുന്നു. എന്നാൽ ഈ പുലിമുട്ടിൻ്റെ നിർമ്മാണത്തിലുള്ള കാലതാമസമാണ് ഇപ്പോൾ പദ്ധതി പൂർത്തിയാക്കാൻ സാധിക്കാത്തത്. അത് ഈ കൺസെഷനർ അല്ലെങ്കിൽ ഡെവലപ്പറിന് ഈ റോക്ക് പാറ കൊണ്ടുവരുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ കാരണമാണ് അതിൻ്റെ പണി വിചാരിച്ച രീതിയിൽ പോവാത്തത്, നടപ്പിലാക്കാൻ സാധിക്കാത്തത്. ഇവിടെ ഇത് ഫസ്റ്റ് ഫേസ് ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1 million TEU കപ്പാസിറ്റി ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. സോ ദിസ് അഗെയിൻ ബിക്കോസ് ഇവിടെ എൻജിനീയറിംഗ് ഫ്രറ്റേണിറ്റി ആണ് കൂടുതലായതുകൊണ്ട് ഒരു ടിപ്പിക്കൽ നമ്മുടെ ഇതിൻ്റെ പ്രധാനപ്പെട്ട കോമ്പോണൻറ്റ് ഈ തുറമുഖത്തിനെ സംബന്ധിച്ചോളം ബ്രേക്ക് വാട്ടറാണ്, അതായത് പുലിമുട്ട്. സോ അതിൻ്റെ ഒരു ടിപ്പിക്കൽ ക്രോസ് സെക്ഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് ഈ ക്രോസ് സെക്ഷൻ ഏകദേശം 18 മുതൽ 20 മീറ്റർ ഡെപ്ത് വരെയുള്ള ഒരു ക്രോസ് സെക്ഷനാണ്. സോ വാട്ടർ ഡെപ്ത് ഇവിടെ 18 to 20 മീറ്റേഴ്സ് ഉണ്ടാവും. ഇതിൻ്റെ ബോട്ടം വിഡ്ത്ത് 120 മീറ്റർ ഉണ്ട്. ഈ പർട്ടിക്കുലർ ക്രോസ് സെക്ഷന് 120 മീറ്റർ വിഡ്ത്താണ്. ടോപ്പ് വിഡ്ത്ത് 10 മീറ്ററും. ഇത് പല ലെയേഴ്സായിട്ടാണ് ഇതിൻ്റെ മെറ്റീരിയൽ സ്റ്റാക്ക് ചെയ്ത് അതിനകത്ത് ഫിൽ ചെയ്ത് ഈ ലൈൻസ് ആൻഡ് ലെവൽസിൽ എടുക്കേണ്ടത്. സോ ഇതിൽ റോക്ക് ആദ്യം ഇപ്പോൾ നേരത്തെ കണ്ടത് ഇതിൻ്റെ പ്രധാന ഭാഗമായ റോക്ക് കോർ 85% ഓഫ് ദ ബ്രേക്ക് വാട്ടർ ക്രോസ് സെക്ഷൻ വിൽ ബി വെൽ ഗ്രേഡഡ് ക്രഷ്ഡ് റോക്ക്. ഇത് 1 kilogram to 500 അല്ല, 0.1 kg to 500 kg. ഇത് റോക്ക് ബ്ലാസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ മെറ്റീരിയൽ ഈ രീതിയിൽ 0.1 to 500 kg സ്റ്റോൺസ് ആണ് ഈ 85% ഓഫ് ദ ക്രോസ് സെക്ഷണൽ ഏരിയയിൽ കൊണ്ട് നിറയ്ക്കുക. ഇത് ഡംപ് ചെയ്യുന്നത് ബാർജസിൽ നിന്നും ഡംപ് ചെയ്യാം, ബ്രേക്ക് വാട്ടർ കരയിൽ നിന്നും ഡംപ് ചെയ്യാം. എന്നാൽ ഇതെല്ലാം ഈ ലൈൻസ് ആൻഡ് ലെവൽസിൽ പ്രൊഫൈൽ ചെയ്തിട്ട് മാത്രമേ മറ്റുള്ള ലെയേഴ്സ് പ്ലേസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ ഈ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ബ്രേക്ക് വാട്ടർ ഡിസൈൻ ചെയ്തത് തന്നെ ഇവിടുത്തെ ഫൗണ്ടേഷൻ വളരെ നല്ല സോയിൽ സബ്സ്ട്രാറ്റ് ആയതുകൊണ്ട് ഇവിടെ ഫൈൻ ടു കോഴ്സ് സാൻഡാണ് ഈ ഇവിടുത്തെ സോയിലിൻ്റെ പ്രത്യേകത, ഈ അടിത്തട്ട്, കടൽ അടിത്തട്ട്. സോ അതിന് ഈ ഒരു നാച്ചുറലി അവൈലബിൾ റോക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്ഥലമായതിനാലും ഇവിടുത്തെ സബ്സോയിൽ നല്ല പ്രോപ്പർട്ടീസ് ഉള്ള സബ്സോയിൽ ആയതിനാലും ഇങ്ങനെയുള്ളൊരു ബ്രേക്ക് വാട്ടറാണ് ഇവിടെ ചെയ്യാൻ ഉദ്ദേശിച്ചതും അതനുസരിച്ചാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളതും. ഈ ബ്രേക്ക് വാട്ടറിൻ്റെ ബേസിക് ഡിസൈൻ ചെയ്തത് ഡെൻമാർക്കിലെ ഒരു കോവി എന്ന് പറഞ്ഞ കൺസൾട്ടൻ്റാണ് ചെയ്തത്. ഇത് ഈ പറഞ്ഞ പോലെ 85% കോർ മെറ്റീരിയലാണ്. അതിന് മുകളിലായിട്ട് ഇതിനെ ആവരണം ചെയ്യുന്നതിന് 1 to 2 tons, 2 to 4, 3 to 6 tons എന്നീ സ്റ്റോണുകൾ, പാറ, വലിയ പാറ ഇതിന് മുകളിൽ പ്ലേസ് ചെയ്തിട്ട് അതിന് മുകളിൽ
ആർട്ടിഫിഷ്യൽ കോൺക്രീറ്റ് ബ്ലോക്സ്. അതാണ് ഈ കാണുന്ന ബ്രൗൺ പോർഷൻ, ആർട്ടിഫിഷ്യൽ കോൺക്രീറ്റ് ബ്ലോക്സ്. സോ ആർമർ ആൻഡ് ടോ ഇത് ഇവിടുത്തെ വേവ് ആക്ഷനും വാട്ടർ ഡെപ്സും ഡിഫറൻഷ്യൽ വാട്ടർ പ്രഷേഴ്സിനും ഒക്കെ ഡിസൈൻ ചെയ്താണ് ഈ ക്രോസ് സെക്ഷൻ അറൈവ് ചെയ്തിരിക്കുന്നത്. ഇത് ഈ ആർട്ടിഫിഷ്യൽ കോൺക്രീറ്റ് ബ്ലോക്സ് വയ്ക്കുന്നത് സീ ഫേസിംഗ് ആണ്. അവിടെ നിന്നാണ് ഇവിടെ ഉള്ള വേവ് അറ്റാക്ക് അല്ലെങ്കിൽ വേവ് എനർജി മുഴുവൻ ഈ ബ്രേക്ക് വാട്ടറിൽ അബ്സോർബ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസിപ്പേറ്റ് ചെയ്യുന്നതും ഈ പെർട്ടിക്കുലർ ലെയേഴ്സാണ്. അതുകൊണ്ട് ഇത് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ലെയേഴ്സാണ്. ഇത് വളരെ വളരെ റിഗ്രസ് ആയിട്ട് ഡിസൈൻ ചെയ്ത് എക്സ്പെരിമെൻറ്റ്സ് വഴിയും എല്ലാം അറൈവ് ചെയ്ത കോൺസ്ട്രക്ഷനാണ്. So these are the concrete, these are designed for so ഈ ബ്രേക്ക് വാട്ടറിൻ്റെ നേരത്തെ സൂചിപ്പിച്ച പോലെ വളരെയധികം ടെസ്റ്റുകൾ കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ഡിസൈൻ ലോട്ട് അറൈവ് ചെയ്തത്. ഇതിൻ്റെ ഫിസിക്കൽ മോഡൽ ടെസ്റ്റ്, ഇതിൻ്റെ ഒരു സ്കെയിൽ മോഡൽ UK-ലെ വാലിംഗ്ഫോർഡ്, വേൾഡ്സ് ലാർജസ്റ്റ് ഹൈഡ്രോളിക്സ് ലാബ്, അതായത് HR വാലിംഗ്ഫോർഡിൽ അവിടെ നിർമ്മിച്ച് ഇതേ സ്കെയിലിൽ, ഇതിൻ്റെ ഒരു സ്കെയിൽ ഡൗൺ മോഡൽ ഇവിടെ ചെയ്തിട്ട് 2D and 3D ടെസ്റ്റ് അവിടെ ചെയ്യുകയും വിഴിഞ്ഞം സീയിൽ ഉണ്ടാവുന്ന വേവ്സിനെ സിമുലേറ്റ് ചെയ്ത് അതേ രീതിയിലുള്ള വേവ്സ് അവിടെ ജനറേറ്റ് ചെയ്ത് അതിൽ നിന്നും ഇതിൻ്റെ സ്റ്റെബിലിറ്റിയും പെർഫോമൻസും എല്ലാം മോണിറ്റർ ചെയ്തതിന് ശേഷമാണ് ഈ ബ്രേക്ക് വാട്ടർ ഡിസൈനിലോട്ട് കടന്നത്. സോ ഇത് അതിൻ്റെ റൗണ്ട് ഹെഡ് കാണാം. ഇവിടെ ഈ ബ്രേക്ക് വാട്ടറിൻ്റെ ടിപ്പ് 3100 മീറ്റർ വരുന്നതിൻ്റെ ആ ടിപ്പിലുള്ള പ്രൊഫൈൽ ഇങ്ങനെയായിരിക്കും. ഇത് ട്രങ്ക്, ബ്രേക്ക് വാട്ടറിൻ്റെ മെയിൻ ട്രങ്ക്. All these are laser cameras fixed to see when the waves impinge on the breakwater. The movement of the stones, everything are captured on laser cameras, and that will be fed to the control room, where we'll be able to analyze the percentage of stones overtopped or moved because of the wave action. ഇതിൽ നിന്നുള്ള ഈ പാരാമീറ്റേഴ്സ് എല്ലാം അറൈവ് ചെയ്തിട്ടാണ് ഈ ബ്രേക്ക് വാട്ടർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നൗ ഇതാണ് ഏറ്റവും സീ ഫേസിൽ വേവ് ആക്ഷൻ്റെ ഉണ്ടാവുന്ന ഫേസിലുള്ള ആർട്ടിഫിഷ്യൽ കോൺക്രീറ്റ് ബ്ലോക്സ്. ഈ ഓരോ കോൺക്രീറ്റ് ബ്ലോക്കും 13.5 ടണ്ണാണ് വെയിറ്റ്. ഇതിൻ്റെ പെർട്ടിക്കുലർ ഇതിന് പറയുന്നത് അക്രോപോഡ് വേർഷൻ 2. ഇത് ഒരു ഫ്രഞ്ച് പേറ്റൻ്റ് ആണ്. കോൺക്രീറ്റ് ലെയർ ഇന്നോവേഷൻ എന്നുള്ള ഒരു ഫ്രഞ്ച് കമ്പനിയുടെ പേറ്റൻ്റ് ആണ്. ഇതിവിടെ ഇന്ത്യയിൽ എന്നൂർ പോർട്ടിൽ, കാട്ടുപള്ളി പോർട്ടിൽ ഇത് യൂസ് ചെയ്തിട്ടുണ്ട്, അക്രോപോഡ് വേർഷൻ 2. ഇത് ദ സെക്കൻഡ് പോർട്ട് ഇൻ ദ കൺട്രി വിച്ച് ഈസ് ഗോയിങ് ടു യൂസ് ദിസ്. ഇത് 5.5 ക്യൂബിക് മീറ്റർ ആണ് കോൺക്രീറ്റ്. ഇതിനകത്ത് റീഇൻഫോഴ്സ്മെൻ്റ് ഇല്ല, ഡെൻസ് കോൺക്രീറ്റ് ആണ്. ഇതിന് 13.5 ടണ്ണാണ് ഓരോന്നിൻ്റെയും വെയിറ്റ്. ഇങ്ങനെ ഉള്ള ഒരു 18 എണ്ണം ഒരു സ്ലോപ്പിംഗ് ഫേസിൽ, അത് ബ്രേക്ക് വാട്ടറിൻ്റെ സീ സൈഡിലെ സ്ലോപ്പിംഗ് ഫേസിൽ വച്ചിട്ടാണ് ഇതിൻ്റെ ഇവിടുത്തെ വേവ്സിന് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ വേവ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മാക്സിമം വേവായിട്ട് 8 മീറ്റർ 9 മീറ്റർ വരെയൊക്കെ പോയിട്ടുണ്ട്. എന്നാൽ സിഗ്നിഫിക്കൻറ്റ് വേവായിട്ടായ 4.7 മീറ്റേഴ്സ് 4.5 4.7 മീറ്റേഴ്സ് എന്ന തോതിലുള്ള സിഗ്നിഫിക്കൻറ്റ് വേവായിട്ട് വേണ്ടിയാണ് ഇവിടുത്തെ ബ്രേക്ക് വാട്ടർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ കോൺക്രീറ്റ് ബ്ലോക്സ് എല്ലാം ഈ വെളിയിൽ പറഞ്ഞിരിക്കുന്ന 1 to 2 ടൺ 2 to 4 3 to 6 ടൺ സ്റ്റോൺസ് എല്ലാം ആവരണം ചെയ്തതിന് ശേഷമായിരിക്കും ഇത് പുറത്ത് വെക്കേണ്ടത്. ഇതെല്ലാം GPS കൺട്രോൾഡായിട്ട്, കമ്പ്യൂട്ടർ കൺട്രോൾഡായിട്ടായിരിക്കും ഇതിൻ്റെ പ്ലേസ്മെൻ്റ് എല്ലാം. ദിസ് ഇസ് ദ ക്രോസ് സെക്ഷൻ ഓഫ് ദ ബെർത്ത്. ഈ ബെർത്ത് 60 മീറ്ററാണ് വീതി, 800 മീറ്റർ നീളം. നേരത്തെ കാണിച്ചതുപോലെ ഇതിൽ 5 പൈൽസ് ആണ്. അലോങ് ദ ട്രാൻസ്വേഴ്സ് ക്രോസ് സെക്ഷൻ 5 പൈൽസ് ഉണ്ടാവും. ഇവിടെ ഈ പൈൽസ് ഡയമീറ്റർ 1.2 to 1.5 മീറ്റർ ഡയമീറ്ററുള്ള പൈൽസ് ആണ്. ആൻഡ് ഇവിടുത്തെ ഫൗണ്ടിങ് ലെവൽ, അതായത് റോക്ക് സ്ട്രേറ്റ അവൈലബിലിറ്റി അനുസരിച്ചിട്ട് 40 മീറ്റർ ബിലോ ദ സീ ബെഡ് വരെ ഈ പൈൽസിനെ കൊണ്ടുപോയിട്ടുണ്ട്. സോ യു ക്യാൻ ഇമാജിൻ 40 മീറ്റേഴ്സ് ബിലോ ദ സീ ബെഡ് പോയിട്ടുണ്ടെങ്കിൽ
ഇവിടെ 20 meters water depth, another 2 meters. എല്ലാം കൂടെ പൈലിൻ്റെ total length will be 60 to 65 meters at certain sections or certain points. 10 meter താഴ്ചയിലും ബിലോ ദ സീ ബെഡ് പാറ ലഭിക്കുന്ന സ്ട്രേറ്റ ഉണ്ട്. സോ ഇതെല്ലാം ഡീറ്റെയിൽഡ് സബ്സോയിൽ ഇൻവെസ്റ്റിഗേഷൻസ് കഴിഞ്ഞ് അതിനുശേഷം ഈ പൈൽസിൻ്റെ ഫൗണ്ടിങ് ലെവലൊക്കെ ഡിറ്റർമിൻ ചെയ്യുകയും ടെസ്റ്റ് പൈൽസ് നടത്തുകയും ലോഡിംഗ് ടെസ്റ്റ് നടത്തുകയും എന്നിട്ട് അതിനൊക്കെ ശേഷമാണ് ഈ റിലീവിംഗ് ടൈപ്പ് പ്ലാറ്റ്ഫോം ഡിസൈൻ ചെയ്തത്. ഈ പൈൽസ് ഒക്കെ നാട്ടി കഴിഞ്ഞു, ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞു. 617 പൈലാണ് ഇവിടെ ഡ്രൈവ് ചെയ്തിട്ടുള്ളത് ഫോർ ദിസ് 800 by 660 meter സൈസ് വാർഫ്. അതിൻ്റെ മുകളിലായിട്ട് ട്രാൻസ്വേഴ്സ് ബീംസും ലോഞ്ചിറ്റ്യൂഡിനൽ ബീംസും ലേ ചെയ്ത് കഴിഞ്ഞു. ഈ സ്ലാബ്സ് പ്ലേസ് ചെയ്യാനായിട്ടുള്ള താമസം മാത്രമേ ഉള്ളൂ. അത് ബ്രേക്ക് വാട്ടർ സിഗ്നിഫിക്കൻറ്റ് പോർഷൻ അച്ചീവ് ചെയ്യാതെ ഈ സ്ലാബ്സ് ഇടാൻ സാധിക്കില്ല. കാരണം ഇപ്പോൾ ഇവിടെ തീരത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്ന തിരമാലയുടെ ശക്തിയിൽ ഈ സ്ലാബ്സിന് ഉള്ള എനോമസ് ഫോഴ്സസ് ആക്ട് ചെയ്യാൻ സാധ്യതയുള്ളതിനാൽ ഇപ്പോൾ we haven't laid the slabs. So these slabs will be laid only when the breakwater achieves a significant length to protect, to get enough protection from the waves. ഇവിടെ ഈ ബർത്തിൽ ക്രെയിൻ ഈ ബർത്തിൻ്റെ മുകളിൽ കൂടെ ആയിരിക്കും latest state of the art superposed Panamax cranes to load and unload containers travel ചെയ്യുന്നത്. അതിൻ്റെ ക്രെയിൻ റെയിൽസ് ആണ് ഇവിടെയും ആ പോർഷനും ഇവിടെയും. സോ ഈ റെയിൽ മൂവ്മെൻറ്റ് ഈ റെയിൽസിൽ കൂടെ ആയിരിക്കും ഈ ക്രെയിൻസ് മൂവ് ചെയ്യുക. ഇത് ഫുള്ളി ഓട്ടോമേറ്റഡ് ക്രെയിൻസ് വിത്ത് സിംഗിൾ ഓപ്പറേറ്റർ ഡൂയിങ് ദ എൻറ്റയർ ഓപ്പറേഷൻ. സോ ഷിപ്പ് വന്ന് ഇവിടെ ബർത്ത് ചെയ്യും. ദിസ് ഇസ് കോൾഡ് ദ ഫെൻഡർ ആൻഡ് ദിസ് അബ്സോർബ്സ് 50% of the lateral loads which come as a result of berthing, and the rest 50% is transferred to this whole system. ഇതൊരു സിവിൽ എഞ്ചിനീയേഴ്സ് ആയതുകൊണ്ട് ഇതൊരു കംപ്ലീറ്റ് ഒരു ഫ്രെയിംഡ് സ്ട്രക്ചറായിട്ട് ആക്ട് ചെയ്യും. ഇതിൽ ഈ ബാക്കിയുള്ള ഫോഴ്സിനൊക്കെ അബ്സോർബ് ചെയ്യുന്ന രീതിയിലുള്ള ഡിസൈനാണ് ഈ പൈൽ ആൻഡ് സ്ലാബ് ടോട്ടൽ സിസ്റ്റം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് റിക്ലൈംഡ് ലാൻഡ് ആയതുകൊണ്ട് ഇവിടുത്തെ സാൻഡ് റിക്ലെയിം ചെയ്തിരിക്കുന്നത് വാഷ് ഔട്ട് ചെയ്ത് പോകാതിരിക്കാനും അവിടുത്തെ പേയ്മെൻറ്റ് കണ്ടെയ്നർ യാർഡ് സെറ്റിൽ ചെയ്യാതിരിക്കുവാനും വേണ്ടി ഇവിടെ ഒരു റിവെറ്റ്മെൻറ്റ് സ്റ്റോണിലുള്ള റിവെറ്റ്മെൻറ്റ് ബിലോ ദ വാർഫ് ബർത്ത് ചെയ്യേണ്ടി വരും. അതും ഇനി ചെയ്യാനുള്ള ജോലിയുടെ ഭാഗമാണ്. സോ അഗൈൻ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തതനുസരിച്ചിട്ടുള്ള ഇതാണ് 1 point precast concrete beams and slabs. So now coming to external infrastructure. ഇത് പ്രധാനപ്പെട്ട കോമ്പോണൻസ് ആണ് ഇപ്പോൾ പറഞ്ഞത്. അതായത് ബർത്ത്, പുലിമുട്ട്, പിന്നെ കണ്ടെയ്നർ യാർഡ് കൺസോൾഡേറ്റ് ചെയ്ത് ഈ ഡ്രെഡ്ജ് ചെയ്ത സ്ഥലം റിക്ലെയിം ചെയ്ത സ്ഥലം കൺസോൾഡേറ്റ് ചെയ്ത് പേവർ ബ്ലോക്സ് ലേയും അവിടെ യാർഡും എല്ലാം ചെയ്യാം. അതിൻ്റെ മുകളിലായിട്ട് കൺട്രോൾ ടവറും പോർട്ട് യൂസർ ബിൽഡിങ്സും സബ്സ്റ്റേഷൻസും ബാക്കിയുള്ള ഗോഡൗൺസ് എല്ലാം അതിൻ്റെ മുകളിൽ വരും. ഈ ഡ്രെഡ്ജ് ചെയ്ത് റിക്ലെയിം ചെയ്യുന്ന ലാൻഡ് കൺസോൾഡേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഫ്രണ്ടിലാണ് ഈ ബർത്ത് വരുന്നത്. അതുകൂടാതെ ഇതെല്ലാം ഈ പോർട്ട് പെഴ്സെ അല്ലെങ്കിൽ പോർട്ടിന് വേണ്ടിയുള്ള പോർട്ട് ഫെസിലിറ്റീസ് അല്ലെ മേജർ പോർട്ട് കോമ്പോണൻസ് ആണ്. പോർട്ട് എക്യുപ്മെൻറ്റ്, അതായത് ഹാൻഡ്ലിംഗ് എക്യുപ്മെൻറ്റും ഈ പോർട്ടിൻ്റെ പ്രധാനപ്പെട്ട കോമ്പോണൻ്റ് ആണ്. ഈ പോർട്ട് എക്യുപ്മെൻറ്റ്സ് ഏകദേശം 1500 കോടി രൂപയുടെ 9 സൂപ്പർ പോസ്റ്റ് പാനമാക്സ് ക്രെയിൻസ് കണ്ടെയ്നർ ഹാൻഡിൽ ചെയ്യാൻ, ഷിപ്പിൽ നിന്ന് ഹാൻഡിൽ ചെയ്യാനും യാർഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടെയ്നേഴ്സിനെ മൂവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ക്രെയിൻസും എല്ലാം ചൈനയിലെ ഷാങ്കായിലെ ഒരു വലിയ ക്രെയിൻ മാനുഫാക്ചറിങ് കമ്പനിയിലാണ്. അവിടെയും ഈ കോവിഡ് കാരണം അവിടെയെല്ലാം ഹിറ്റായി കുറേ നാൾ അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴത് തുടർന്നു. ബാക്കിയുള്ള നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കൂടാതെ ഈ പോർട്ട് എന്ന് വെച്ചാൽ ഈ പോർട്ട് കോമ്പോണൻസ് മാത്രമല്ല, ഈ പോർട്ടിന് വേണ്ടിയുള്ള ബാക്കിയുള്ള ബാഹ്യ അടിസ്ഥാന സൗകര്യങ്ങളും നിർമ്മിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ്. ഇത് പ്രധാനമായും കേരള സർക്കാർ ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 230 ഏക്കർ സ്ഥലം
അക്വയർ ചെയ്ത് ഈ കൺസെഷണറിന് ലൈസൻസ് ചെയ്ത് കൊടുത്തതിന് പുറമെ റോഡ് കണക്ടിവിറ്റിക്ക് വേണ്ടിയുള്ള സ്ഥലവും നൽകിയിട്ടുണ്ട്. അതിൽ റോഡ് നിർമ്മിക്കുന്നതിൻ്റെ ചുമതല ഈ കൺസെഷണറിനാണ്, അതായത് മെസ്സേഴ്സ് അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ്. റെയിൽ കണക്ടിവിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത് സർക്കാരിൻ്റെ ബാധ്യതയാണ്, കമ്മിറ്റ്മെൻ്റാണ്. അതിന് ഓൾറെഡി ആ രീതിയിലാണ് കൺസെഷൻ എഗ്രിമെൻ്റ് വിഭാവനം ചെയ്തിട്ടുള്ളത്. ഈ റെയിൽ കണക്ടിവിറ്റി 10.76 കിലോമീറ്റേഴ്സ് ആണ് ലെങ്ത്. അതിൽ 9 കിലോമീറ്റേഴ്സും ഒരു ടണലായിരിക്കും. കാരണം വിഴിഞ്ഞത്ത് നിന്നും പോകുന്ന റെയിൽവേ ലൈൻ ഉടനെ തന്നെ അതൊരു 25 to 30 മീറ്റേഴ്സ് ലെവൽ ഡിഫറൻസ് ഉണ്ട്. ആൻഡ് ദാറ്റ് ടു ഇറ്റ് ഇസ് റോക്ക് ടു വെതേർഡ് റോക്ക്. പിന്നെ ബാലരാമപുരം റെയിൽവേ സ്റ്റേഷൻ എത്തുന്നതിന് തൊട്ട് മുമ്പെയാണ് ആ എലിവേറ്റഡ് പ്ലേസ് ഒരു ഡിപ്പ് ആവുന്നത്. സോ ഇവിടെ ഒരു ടണലാണ് അഭികാമ്യം എന്ന് കണ്ടത്. മോസ്റ്റ് ഫീസിബിൾ ഓപ്ഷൻ ഒരു ടണലായിട്ട് കണ്ട സ്ഥിതിക്ക് അത് ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനാണ് ഈ വർക്ക് ഏൽപ്പിച്ചിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് 1,069 crores ആണ്. ഓക്കെ, നൗ കമ്മിങ് ടു എൻവയൺമെൻറ്റൽ മാറ്റേഴ്സ്. ഈ പ്രോജക്റ്റിന് നേരത്തെ സ്റ്റഡീസൊക്കെ തുടങ്ങിയിരുന്നെങ്കിലും ഇതിൻ്റെ എൻവയൺമെൻറ്റൽ ക്ലിയറൻസിനും അതിനുവേണ്ടിയുള്ള സ്റ്റഡീസ് എല്ലാം 2013 സ്റ്റാർട്ട് ചെയ്ത് 2014 അതിൻ്റെ ഒരു എൻവയൺമെൻറ്റൽ ക്ലിയറൻസ് ലഭിക്കുകയുണ്ടായി ഫ്രം ദ മിനിസ്ട്രി ഓഫ് എൻവയൺമെൻറ്റ് ആൻഡ് ഫോറസ്റ്റ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അതിൻ്റെ വാലിഡിറ്റി 2021 വരെ ആയിരുന്നു. അത് വീണ്ടും അതിൻ്റെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകേണ്ട കാരണങ്ങൾ സഹിതം പ്രസൻറ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ മിനിസ്ട്രി വീണ്ടും അത് 2024 വരെ എക്സ്റ്റെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്, ജാനുവരി. സോ ഈ 2014 എൻവയൺമെൻറ്റൽ ക്ലിയറൻസ് ലഭിച്ച സമയത്ത് ക്വൈറ്റ് നാച്ചുറലാണ് സെവറൽ പെറ്റീഷൻസ് വെയർ ഫൈൽഡ്. ഓണറബിൾ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിൻ്റെ മുമ്പിലായിട്ട് ഒരുപാട് പെറ്റീഷൻസ് വരികയും, അതായത് ഈ എൻവയൺമെൻറ്റൽ ക്ലിയറൻസ് നൽകിയത് ക്വാഷ് ചെയ്യണമെന്നും ഈ നോട്ടിഫിക്കേഷൻസ് ഒക്കെ റിവ്യൂ ചെയ്യണമെന്നും പറഞ്ഞിട്ട് നോട്ടിഫിക്കേഷൻ കൊടുത്തു. അതിന് കേരള സർക്കാർ ഓണറബിൾ സുപ്രീം കോർട്ടിൽ അതിനെ ചലഞ്ച് ചെയ്ത് ഓണറബിൾ സുപ്രീം കോർട്ട് എല്ലാ പ്രൊസീഡിങ്സും നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിൻ്റെ എല്ലാ പ്രൊസീഡിങ്സും സ്റ്റേ ചെയ്തിട്ട് ആൻഡ് ദേ വെർ ആസ്ക്ഡ് ടു ഹിയർ ഓൾ അപ്പീൽസ് ആൻഡ് ഡിസ്പോസ് ഓഫ്. അങ്ങനെ ഓണറബിൾ NGT വളരെയധികം സിറ്റിങ്സ് അല്ലെങ്കിൽ ഹിയറിങ്സും സിറ്റിങ്സും ഒക്കെ നടത്തിയതിൻ്റെ ഫലമായി ഫൈനൽ ജഡ്ജ്മെൻറ്റ് ഒരു സെപ്റ്റംബർ 2014 ഇഷ്യൂ ചെയ്തു, വിച്ച് upheld the easy granted to the project. വളരെ ഒരു സ്പീക്കിംഗ് ഓർഡറാണ് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ നൽകിയത്. അതിൽ ആ ഓർഡറിനൊപ്പം തന്നെ ദേ ഹാവ് കോൺസ്റ്റിറ്റ്യൂട്ട് എ 7-member എക്സ്പേർട്ട് മോണിറ്ററിംഗ് കമ്മിറ്റി. പേര് വച്ചിട്ട്, സയൻറ്റിസ്റ്റുകളുടെ പേര് വച്ചിട്ട് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ഒരു കമ്മിറ്റി ഫോം ചെയ്തു, എക്സ്പേർട്ട് മോണിറ്ററിംഗ് കമ്മിറ്റി ഓൾ ഓവർ ഇന്ത്യ, ലീഡിംഗ് scientists from all the leading institutions like Central Pollution Control Board, National Center for Ocean Studies, അങ്ങനെ നേവൽ ഹൈഡ്രോഗ്രാഫിക് ഓർഗനൈസേഷൻ, ഇന്ത്യൻ നേവിയുടെ സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അങ്ങനെ പല ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെയും മേധാവികളെ വെച്ചുകൊണ്ട് അവിടെ ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി ഫോം ചെയ്ത്, ഈ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ മാൻഡേറ്റ് എന്ന് വെച്ചാൽ once in 6 months ഇവിടെ വന്ന് അത് ഇവിടുത്തെ കണ്ടീഷൻസ് അസസ് ചെയ്യുകയും അത് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിനും എൻവയൺമെൻറ്റൽ മിനിസ്ട്രി ഓഫ് എൻവയൺമെൻറ്റൽ ഫോറസ്റ്റിനും അതിൻ്റെ റിപ്പോർട്ട്സ് അപ്ലോഡ് ചെയ്യണം എന്നെല്ലാ നിബന്ധനകളും വച്ചുകൊണ്ടായിരുന്നു ഈ കമ്മിറ്റി ഫോം ചെയ്തത്. എന്നിട്ട് ഈ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ കീഴിൽ ഒരു ഷോർ ലൈൻ മോണിറ്ററിംഗ് സെല്ലും കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി അറിയിച്ചു. അതനുസരിച്ചിട്ട് നാളിതുവരെ 2016 ഈ ഓർഡറിന് ശേഷം ഈ കമ്മിറ്റി ഓരോ every 6 months they come to the site, they go for site inspections 20 kilometers north of the port and 20 kilometers south of the port. ഇവിടെയുള്ള ഷോർ ലൈൻ മോണിറ്ററിങ്ങും എല്ലാം നടത്തി ഇതിൻ്റെ എല്ലാ അനാലിസിസും ഡേറ്റയും എല്ലാം വെബ്സൈറ്റിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റിലൊക്കെ. ഇതെല്ലാം ഈ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിനും മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ് ആൻഡ് ഫോറസ്റ്റിൻ്റെ
ലേക്കും അവർക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ അത് എങ്ങനെ ഫോളോ ചെയ്യുന്നു. ആൻഡ് സോ ഫാർ ദർ ഹാസ് ബീൻ നോ അഡ്വേഴ്സ് comments raised by this committee. And now, because ഈ ഞാൻ എൻവയൺമെൻറ്റൽ ഇമ്പാക്ട്സിനെ പറ്റി പറയുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ എല്ലാവരും ഈ തുറമുഖം വരുന്നത് കൊണ്ട് ഇതിൻ്റെ അഡ്ജസൻ സ്ഥലത്ത് അതായത് തീരവ്യതിയാനങ്ങൾ സംഭവിക്കുന്നുണ്ടെന്നും ഷോർ ലൈൻ ചേഞ്ചസ് ഉണ്ട്, അല്ലെങ്കിൽ വേറെ പല ചേഞ്ചസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്ന ചില ആശങ്കകളുണ്ട്. അതൊന്ന് ജസ്റ്റ് കാണിക്കുവാൻ വേണ്ടി ആണ് ഈ ഒരു ഗൂഗിൾ മാപ്പ്. ഇതൊരു ഷോർ ലൈൻ്റെ ഒരു ഗൂഗിൾ മാപ്പാണ്. ഇതിൽ ഈ വിഴിഞ്ഞം പോർട്ട് സൈറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു കോൺകേവ്, നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത് ഫിഷിംഗ് ഹാർബർ ഏരിയ, ഈ ഒരു കോൺകേവ് പോർഷനകത്താണ് വിഴിഞ്ഞം ഈ അപ്കമിങ് പോർട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സൗത്ത് ഭാഗം അടിമലത്തുറ, പിന്നെ തമിഴ്നാട് ബോർഡറിലോട്ട് വരികയാണ്. ഇതിൻ്റെ ഈ നോർത്ത് ഓഫ് വിഴിഞ്ഞമാണ് ഫിഷിംഗ് ഹാർബർ. അതിനുശേഷം കോവളം, റോക്കി ഔട്ട്ക്രോപ്സ്, പോക്കറ്റ് ബീച്ചസ് ഒക്കെ ഉണ്ട്. അതിനുശേഷം ഇത് ഈ കോസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിഫ്ലക്റ്റ് ചെയ്തിട്ട് ഒരു 10 to 15 degrees ആംഗിളിൽ ഡിഫ്ലക്റ്റ് ചെയ്ത് നേരെ പോവുകയാണ്. ആ ലാസ്റ്റ് പോയിൻ്റാണ് മുതലപ്പൊഴി ഫിഷിംഗ് ഹാർബർ. അവിടെ ഒരു ഫിഷിംഗ് ഹാർബർ ഇപ്പോൾ അവിടെ നിർമ്മിച്ച് അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഏകദേശം ഈ വലിയ തുറ, ശംഖുമുഖം എല്ലാം ഈ റീജിയനിൽ വരും. അതായത് ഒരു 13 കിലോമീറ്റർ വലിയ തുറ ഫ്രം ദിസ് പോർട്ട് ആൻഡ് 15 കിലോമീറ്റേഴ്സ് എവേ ആണ് ശംഖുമുഖം ബീച്ചെല്ലാം വരുന്നത്. അപ്പം ഇവിടെ സൈറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ ഈ ലൊക്കേഷൻ, ഈ വിഴിഞ്ഞം പ്രോജക്റ്റ് ഇവിടെ സൈറ്റ് ചെയ്തതിൻ്റെ ഉദ്ദേശം തന്നെ ബിക്കോസ് ഇതൊരു ഈ ഒരു പോർഷനകത്തുള്ള ഈ ഒരു ഇക്വിലിബ്രിയം അങ്ങനെ അതിനകത്ത് തന്നെ മെയിൻറ്റെയിൻ ചെയ്യത്തക്ക രീതിയിൽ, അതായത് ഷോർ ലൈൻ, ഈ ലിറ്ററൽ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഈ സെഡിമെൻറ്റേഷൻ ഇതിനകത്ത് തന്നെ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ ഉള്ള ലഭിക്കുമെന്നുള്ള രീതിയിലാണ് ഇത് വിഭാവനം ചെയ്തത്. ഇതിനെ തുടർച്ചയായിട്ട് ന്യൂമറിക്കൽ മോഡൽ സ്റ്റഡീസും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സോ ഇത് അഗെയിൻ ഒരു ഒരു ക്ലോസപ്പ് വ്യൂ ആണ്. സോ ഇതാണ് ഫിഷിംഗ് ഹാർബർ. ഈ പോർട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ഇത് അടിമലത്തുറ ഭാഗവും, ഇത് ഈ റോക്കി ഔട്ട് ക്രോപ്സ്, അതിനുശേഷം ഒരു പോക്കറ്റ് ബീച്ച്, പിന്നെയും റോക്കി ഔട്ട് ക്രോപ്സ്, ഹെഡ്ലാൻഡ് എല്ലാം ഇങ്ങനെ വന്ന് പിന്നെ ഇങ്ങനെ കോവളം ബീച്ച് കഴിഞ്ഞ് സമുദ്ര ബീച്ച് വഴി അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ ന്യൂമറിക്കൽ ഒരു ഷോർ ലൈൻ എവല്യൂഷൻ നടത്തിയതിൽ നോർത്ത് ഓഫ് ദിസ് പോർട്ടിൽ യാതൊരു ഷോർ ലൈൻ ചേഞ്ചും ആസ് എ റിസൾട്ട് ഓഫ് ദ പോർട്ട് ഡെവലപ്മെൻറ്റ് ഇല്ലാന്ന് ആണ് കണ്ടെത്തിയിരിക്കുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ ഉള്ള ഈ നമ്മുടെ ഡേറ്റ കളക്ഷൻ. ഈ 2015 ഈ പോർട്ട് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ തുടങ്ങിയ ഡേറ്റ കളക്ഷനും അനാലിസിസിലും എല്ലാം ഈ ഒരു കാര്യം വ്യക്തമാണ്. ഇതിൻ്റെ സൗത്തായിട്ട് അടിമലത്തുറ ഭാഗത്താണ് ഏകദേശം 2.4 കിലോമീറ്റേഴ്സിൽ ഒരു 21.6 മീറ്റേഴ്സ് 10 കൊല്ലം കൊണ്ട് അക്രീഷൻ സംഭവിക്കുമെന്നും 10 കൊല്ലത്തിന് ശേഷം അതൊരു 2 മീറ്റേഴ്സായിട്ട് നിന്ന് അത് സ്റ്റെബിലൈസ് ചെയ്യുമെന്നാണ് ന്യൂമറിക്കൽ പ്രഡിക്ഷൻസ്. ഈ പോർട്ട് വന്നാൽ ഉണ്ടാകുന്ന ന്യൂമറിക്കൽ പ്രഡിക്ഷൻ അറൈവ് ചെയ്തിരിക്കുന്നത്. സോ അതിൻ്റെ ഇൻഫറൻസസ് ആണ് ഈ നോ അഡ്വേഴ്സ് സെഡിമെൻറ്റേഷൻ. ഫിഷിംഗ് ഹാർബറിനകത്ത് സെഡിമെൻറ്റേഷൻ സംഭവിക്കുകയില്ല എന്നും, അതുപോലെ ഷോർ ലൈൻ ചേഞ്ചസ് ആർ ഫൗണ്ട് ടു ബി നെഗ്ലിജിബിൾ ടു ദ നോർത്ത് ഓഫ് ദ പ്രൊപ്പോസ്ഡ് പോർട്ട്. അതാണ് വേറൊരു മേജർ ഫൈൻഡിങ്. ആൻഡ് ദ ഡെവലപ്മെൻറ്റ് മേ കോസ് മൈനർ അക്രീഷൻ ഫോർ about maximum rate 21.6 meters അടിമലത്തുറ ഭാഗത്തും, and which will reduce to 0.6 meter per year by the 10th year and then stabilizes. So rigorous monitoring of the shoreline ആണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ almost on a daily basis, monthly basis, and ഇവിടത്തെ ഉള്ള എല്ലാ പാരാമീറ്റേഴ്സ്, not only shoreline changes but also turbidity, air, water level changes, tidal levels,
wave observations. Every wave radar buoy has been deployed off the port, which regularly transmits signals to the shore station. So real time ഇപ്പോൾ അവിടെ നടക്കുന്ന അല്ലെങ്കിൽ എത്ര വേവ് ഹൈറ്റ് ഉണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് അറിയാൻ സാധിക്കും. സോ ഈ ഡേറ്റ എല്ലാം കളക്ട് ചെയ്ത് വേരിയസ് ടൈപ്സ് ഓഫ് അനാലിസിസ് ഈ എക്സ്പേർട്ട് കമ്മിറ്റി, മോണിറ്ററിംഗ് കമ്മിറ്റി, ഷോർ ലൈൻ മോണിറ്ററിംഗ് സെൽ പറയുന്നതനുസരിച്ചിട്ടുള്ള എല്ലാ സ്റ്റഡീസും നടത്തി ആ റിസൾട്ട്സ് എല്ലാം സൈറ്റുകളിൽ അപ്ലോഡ് ചെയ്ത് നടന്നു വരികയാണ്. So now coming to again the development model, ഇതൊരു പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പിലാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. സോ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് കോമ്പൗണ്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബ്രിഡ്ജിങ് ആൻഡ് റിക്ലമേഷൻ, ബർത്ത്, സൂപ്പർ സ്ട്രക്ചർ, എക്യുപ്മെന്റ് ആൻഡ് റോഡ് കണക്ടിവിറ്റി. ഇവിടെയാണ് പ്രൈവറ്റ് പ്ലെയറും ഗവൺമെൻറ്റും തമ്മിലുള്ള കോസ്റ്റ് ഷെയറിങ്. സ്റ്റേറ്റ് ആണ് ബ്രേക്ക് വാട്ടർ, പുലിമുട്ടിൻ്റെ ഫണ്ടിങ്. ബിക്കോസ് അതൊരു ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഗവൺമെൻറ് ഹാസ് സ്റ്റെപ്ഡ് ഇൻ ടു പ്രൊവൈഡ് ദിസ്. ആൻഡ് ഇതിലൊരു ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്, ഈ പ്രോജക്റ്റ് ഇനിഷ്യലി കൺസീവ് ചെയ്തപ്പോൾ അത് ഒരു വയബിൾ അല്ലാത്ത ഒരു പ്രോജക്റ്റായിട്ടാണ് അറൈവ് ചെയ്തത്. അതുകൊണ്ട് ഇതിൻ്റെ വി ഹാവ് approached Government of India, Ministry of Finance, for providing viability gap funding for the project. And this is the first port project to get viability gap funding approval from the Government of India. And in principle approval 2014 2015 ലഭിച്ച അനുസരിച്ചിട്ട് ഇത് ഈ പദ്ധതിയുമായിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് മുന്നോട്ട് പോവുകയുണ്ടായി. ഈ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് കോമ്പോണൻറ്റ് ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അത് 818 കോടി രൂപയാണ്. സോ അതിനു വേണ്ടിയുള്ള ഫൈനൽ അപ്രൂവലിനും അതിൻ്റെ റിലീസ് ഓഫ് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ്ങിന് വേണ്ടി വി ആർ awaiting after submitting the final application for viability gap funding with the from the Ministry of Finance, Government of India. എന്നിട്ട് ഈ കൺസെഷൻ എഗ്രിമെൻറ്റ് has been signed. This is based on the model concession agreement for state ports published by the Central Planning Commission. So അതനുസരിച്ചിട്ടുള്ള കൺസെഷൻ എഗ്രിമെൻ്റ് ആണ് ഇതിലേക്കും യൂസ് ചെയ്തത്. ഇവിടെ ഡിസൈൻ, കൺസ്ട്രക്ഷൻ, ഫൈനാൻസിങ്, ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് is vested with the private developer. The concession period is for 40 years, including 4 years construction. And then further 20 years extension can be given upon capacity augmentation. That means if the throughput, if they are able to achieve the capacity and maintain the guaranteed throughput, എന്നാൽ മാത്രം on mutual agreement basis 20 years കൂടെ further ആയിട്ട് extend ചെയ്യാൻ സാധിക്കും. So these are okay. ഇത് ഈ എഗ്രിമെൻറ്റിൻ്റെ ചില സേലിയൻ ഫീച്ചേഴ്സ് ആണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ 230 ഏക്കർ ലാൻഡ് ഏരിയ ലൈസൻസ് ചെയ്തു. അത് കൂടാതെ റിക്ലെയിംഡ് ഏരിയ 130 ഏക്കേഴ്സ് ആണ് ഡ്രെഡ്ജ് ചെയ്ത് റിക്ലെയിം ചെയ്ത ഏരിയ. കൺസ്ട്രക്ഷൻ കമൻസ് ചെയ്ത 5th December 2015. Now the project is delayed. ഞാൻ നേരത്തെ പറഞ്ഞ കാരണങ്ങളുണ്ട്. So these are some progress of construction. ബ്രേക്ക്വാട്ടറിൻ്റെ ഫോട്ടോഗ്രാഫ്സ് ആണ്. You can see the breakwater construction. ഇത് കുറച്ച് നാളിന് മുമ്പ് എടുത്ത ഫോട്ടോയാണ്. ഏകദേശം 800 മീറ്റർ വന്നപ്പോൾ ഇപ്പോൾ ഏകദേശം 1050 മീറ്റർ വരെ എത്തിയിട്ടുണ്ട്. ആൻഡ് ദീസ് ആർ അക്രോപോഡ്സ്, നേരത്തെ സൂചിപ്പിച്ചതാണ്. ഡ്രെഡ്ജിങ്, ഇത് ലാർജ് കപ്പാസിറ്റി ഡ്രെഡ്ജേഴ്സ്. ഇത് പൈപ്പ് ലൈൻ ചെയ്തിരിക്കുന്ന കാണാം. ഇവിടെ നിന്ന് മണ്ണ് ഡ്രെഡ്ജ് ചെയ്ത് ഇത് ഈ ലാൻഡ് മുഴുവൻ റിക്ലെയിം ചെയ്തത് കാണാം. ദിസ് ഇസ് ദ ഒറിജിനൽ ഷോർ ലൈൻ. ഈ ലാൻഡ് എല്ലാം റിക്ലെയിം ചെയ്തതാണ്. ദിസ് ഇസ് ദ ബർത്ത് കൺസ്ട്രക്ഷൻ വിച്ച് ഇസ് ഇൻ പ്രോഗ്രസ്. ഇതെല്ലാം റിക്ലെയിം ചെയ്ത് വന്ന ലാൻഡാണ്. ഇവിടെ നേരത്തെ കൺസ്ട്രക്ഷൻ നടക്കുന്ന ആ ഒരു ഫോട്ടോഗ്രാഫാണ്. ഇത് ദ ബർത്ത് കൺസ്ട്രക്ഷൻ ആണ്. 800 meters ലോങ് ബർത്ത്. ഇത് റിക്ലെയിംഡ് ഏരിയ, ഡ്രെഡ്ജ് റിക്ലെയിം ചെയ്ത് ഇനി ഈ പോർഷൻ റിക്ലെയിം ചെയ്യാനുണ്ട്. ഇത് ബർത്ത് 800 മീറ്റർ നീളമുള്ള ബർത്താണ്. ട്രാൻസ്ഫേഴ്സ് ബീംസും ക്രോസ് ബീംസും കാണാം. ഇതിൻ്റെ മുകളിൽ ഇനി സ്ലാബ്സ് ലേ ചെയ്യാനുണ്ട്. ഇത് കണ്ടെയ്നർ യാർഡിൻ്റെ പേയ്മെൻ്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. പോർട്ട് യൂസർ ബിൽഡിങ്സ് എല്ലാം റെഡിയാണ്. കൺട്രോൾ റൂംസ് ഒക്കെ റെഡിയാണ്.
റെയിൽവേ ലൈനിലുള്ള യാർഡും ഒക്കെയാണ് ഇൻ പ്ലേസ്. സോ ദ പ്രധാനപ്പെട്ട ആ ഒരു കോമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ ആ ബ്രേക്ക് വാട്ടറാണ് for which the work is in progress. These are the construction activities going on for the approach road. There are two ponds along the approach road. Adinte constructionum the approach road connecting the national highway at a place called Talakkod, which intersects with the national highway. So our work is in progress. Now coming to again economic benefits. So ports എല്ലാവർക്കും അറിയാം, which place ഇത് ചരക്ക് കൈകാര്യം ചെയ്യുന്നത് മാത്രമല്ല റോള്. ഇത് now ports have become business centers or ഒരു ഗ്ലോബൽ സപ്ലൈ ചെയിനിൻ്റെ ഒരു ഭാഗമായിട്ട് മാറിയിരിക്കുകയാണ്. സോ ഒരു മാരിടൈം ട്രേഡ് ഉണ്ടാകുമ്പോഴത്തേക്ക് ഈ നമ്മുടെ മാനുഫാക്ചറിങ് കോസ്റ്റ് കുറയ്ക്കാനും ഈ ട്രേഡ് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വലിയ റോളാണ് ഈ പോർട്സ് എടുക്കുന്നത്. ഈ പോർട്സിൻ്റെ അഡീഷണൽ ഫെസിലിറ്റീസ് ആയിട്ട് കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷൻ, ഡിസ്ട്രിക്ട് പാർക്ക്, അല്ലെങ്കിൽ ലോജിസ്റ്റിക് വെയർഹൗസിംഗ് സെക്ഷൻ, ഫ്രീ ട്രേഡ് വെയർഹൗസസ്, ട്രക്ക് ടെർമിനൽ, ഇങ്ങനെയുള്ള ഒരുപാട് അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളും ഇതിനൊപ്പം വരേണ്ട ആവശ്യമുണ്ട്. സോ ഇതിനൊപ്പം തന്നെ വാല്യൂ അഡീഷൻ ത്രൂ ഇക്കണോമിക് ആക്ടിവിറ്റീസ് ബൈ അട്രാക്ടിങ് സർട്ടൺ അതർ എക്കണോമിക് സെക്ടേഴ്സ്. ഒരുപാട് സർവീസസ്, മാരിടൈം ബേസ്ഡ് സർവീസസ്, ഈ ഷിപ്പിനുള്ള പ്രൊവിഷൻ സപ്ലൈ ചെയ്യുക, ബങ്കറിങ്, ഷിപ്പിനുള്ള ഫ്യൂവൽ സപ്ലൈ ചെയ്യുക, ഈ ക്രൂ ചേഞ്ചിനുള്ള ഫെസിലിറ്റി, ഇങ്ങനെയുള്ള നിരവധി എക്കണോമിക് സെക്ടേഴ്സ് ഈ പോർട്ട് വരുന്നത് കൊണ്ട് ഈ ഗേറ്റ് വേ ട്രാഫിക് നിന്നും ലഭിക്കുന്ന കാർഗോ വച്ചിട്ട് ഇവിടെ ഒരുപാട് ഇൻഡസ്ട്രീസ് സെറ്റപ്പ് ചെയ്യാം ഹിൻഡർലൻഡിൽ. അങ്ങനെ അത് പോർട്ടിലുള്ള എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ കൂടാതെ ലോട്ട് ഓഫ് എംപ്ലോയ്മെൻറ്റ് could be generated directly and indirectly as a result of this port development. So അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ വന്നു ചേരും. Now Vizhinjam Port, so we have conducted a study to identify the influence area of Vizhinjam Port. The Center for Environment Planning and Technology of Ahmedabad was commissioned to undertake a study to delineate the influence area of the port and then come out with a area development plan. So എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെ ബിക്കോസ് ഈ ലാർജ് സ്കെയിൽ ഡെവലപ്മെൻറ്റ് ഓഫ് ദ പോർട്ട് ആൻഡ് റിലേറ്റഡ് ആക്ടിവിറ്റീസ് ലോട്ട് ഓഫ് പ്രഷർ ഇൻ ദ സറൗണ്ടിങ് ഏരിയാസിൽ തീർച്ചയായിട്ടും അത് കൊണ്ടുവരും ഇൻ ടേംസ് ഓഫ് ഇൻഡസ്ട്രീസ്, ഹൗസിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. അതുകൂടാതെ anticipated employment and related activities stimulated by the port could benefit the influence area in terms of new economic opportunities and benefits. So ഇതെല്ലാം കണക്കിലെടുത്ത് ഒരു ഈ അഹമ്മദാബാദ് ബേസ്ഡ് ആയിട്ടുള്ള സെൻറ്റർ ഫോർ എൻവയൺമെൻറ്റ് പ്ലാനിങ് ആൻഡ് ടെക്നോളജിയെ കൊണ്ടൊരു ഏരിയ ഡെവലപ്മെൻറ്റ് പ്ലാൻ പ്രിപ്പയർ ചെയ്യും. അവർ ഏകദേശം 272 സ്ക്വയർ കിലോമീറ്റേഴ്സ് of the area within Trivandrum has been identified as the port's influence zone. എന്നിട്ട് ഒരു ഡെവലപ്മെൻറ്റ് പ്ലാൻ പ്രിപ്പയർ ചെയ്ത് അതിൽ വേരിയസ് സോൺസ് എല്ലാം ഐഡൻറ്റിഫൈ ചെയ്ത് സർക്കാരിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതനുസരിച്ചിട്ടുള്ള ഇതുമായിട്ട് ഇനി ഉള്ള നാളുകളിൽ അത് സർക്കാർ മുന്നോട്ട് പോകും. ഇത് കൂടാതെ തന്നെ ഈ തുറമുഖം വരുന്നതുമായിട്ട് മുന്നിൽ കണ്ടുകൊണ്ട് ഒരു ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോർ, അത് ന്യൂസ് പേപ്പറിലൊക്കെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അത് ട്രിവാൻഡ്രം സിറ്റിയെ ബൈപ്പാസ് ചെയ്ത് ഫ്രം വിഴിഞ്ഞം എ റോഡ് വിൽ എമനേറ്റ് ഫ്രം വിഴിഞ്ഞം പോർട്ട് ആൻഡ് വിത്തൗട്ട് ടച്ചിങ് ദ സിറ്റി ലിമിറ്റ്സ് ആൻഡ് ദെൻ ഇറ്റ് വിൽ ബി ജോയിൻഡ് അറ്റ് പാരിപ്പള്ളി. ഇതൊരു 80 കിലോമീറ്റർ നീളമുള്ള ഒരു റോഡാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ 60 meters റൈറ്റ് ഓഫ് വേയിൽ 2.5 kilometers on either sides there will be a lot of zones where ഈ പറഞ്ഞ നേരത്തെ പറയുന്ന ഡെവലപ്മെൻ്റൽ ആക്ടിവിറ്റീസും അല്ലെങ്കിൽ ഓരോ സോൺസ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനുള്ള കാര്യങ്ങളുമായിട്ട് ഗവൺമെൻറ് മുന്നോട്ട് പോവുകയാണ്. അതൊരു സെപ്പറേറ്റ് പ്രോജക്റ്റായിട്ട്. നൗ അതർ ഇനിഷ്യേറ്റീവ്സ് ഈ പോർട്ട് വരുന്നതോടുകൂടി നേരത്തെ ബഹുമാനപ്പെട്ട മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ R&R ആൻഡ് ലൈവ്ലിഹുഡ് കോമ്പൻസേഷൻ മാഗ്നാനിമസ് ആയിട്ട് ഈ ഗവൺമെൻറ് സർക്കാർ ഇവിടെ ഉള്ള
ലാൻഡ് എടുത്തിട്ടുള്ളവർക്കും കൂടാതെ മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ ലൈവ്ലിഹുഡ് നഷ്ടപ്പെടുത്തുന്നതിൻ്റെ കാരണത്താൽ അവർക്കെല്ലാം വേണ്ട ലൈവ്ലിഹുഡ് കോമ്പൻസേഷൻ നൽകി വരുന്നുണ്ട്. കൂടാതെ ഒരു നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു മോഡേൺ ഫിഷിംഗ് ഹാർബറും സീ ഫുഡ് പാർക്കും വിഭാവനം ചെയ്തിട്ടുണ്ട്. അതിന് പുറമെ ഒരു കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് അസാപ്പ് കേരള പോർട്ടിൻ്റെ ബാക്കപ്പ് ഏരിയയിൽ ഒരു ആധുനിക സ്കിൽ പാർക്ക്, കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക്, അവിടെ പോർട്ട് ആൻഡ് ലോജിസ്റ്റിക്സ് കോഴ്സസും ഇവിടെ ലോക്കലായിട്ടുള്ള ആൾക്കാരെ അവിടെ ട്രെയിൻ ചെയ്ത് ഇവിടെ പോർട്ട് വന്നു കഴിഞ്ഞാൽ അവിടെയുള്ള ജോലികൾക്ക് ഉതകുന്ന രീതിയിലുള്ള ആൾക്കാരെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള സ്കിൽ പാർക്ക് അവിടെ നിർമ്മാണം പൂർത്തീകരിച്ച് വരികയാണ്. ഒരു 6 മാസത്തിനുള്ളിൽ അതിൻ്റെ പൂർത്തീകരണം ഉണ്ടാവും. ഇത് കൂടാതെ ആഡംബര കപ്പൽ വരുന്നതിനുള്ള സൗകര്യവും അതുകൂടാതെ നിരവധി സോഷ്യൽ വെൽഫെയർ ആക്ടിവിറ്റീസ്, പുതിയ സ്കൂളുകൾ നിർമ്മിക്കുക, പ്ലേ ഗ്രൗണ്ട് നിർമ്മിക്കുക, അതുകൂടാതെ അവിടെ വേറെ പല തരം സോഷ്യൽ വെൽഫെയർ ആക്ടിവിറ്റീസും ഈ പോർട്ടിൻ്റെ ഡെവലപ്മെൻറ്റോടൊപ്പം നടത്തി വരുന്നുണ്ട്. സോ ഇത്രയുമാണ് ഈ തുറമുഖത്തിനെ പറ്റി പറയാനുള്ളത്. നെക്സ്റ്റ് ഒരു ആനിമേഷൻ വീഡിയോ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ഈ പോർട്ട് ആ പോർട്ട് വിഭാവനം ചെയ്ത പോലെ നടപ്പിലാക്കി വരുമ്പോൾ അത് എങ്ങനെ ആ ഒരു പോർട്ട് ഒരു അനിമേഷനിൽ കൂടെ ഒരു വിഷ്വൽ ഇഫക്റ്റ് നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു ആനിമേഷൻ വീഡിയോ ഇനി ഉടനെ കാണാം. സോ വിത്ത് ദീസ് ഫ്യൂ വേർഡ്സ് I thank you once again, the viewers, the organizers and all, for giving me this opportunity. Now we can have some question answers also after the animation. Thank you.
അടുത്തതായി നമുക്ക് ഡൗട്ട് ക്ലിയറൻസ് സെഷനിലേക്ക് കടക്കാം. ഇതുവരെ നിങ്ങൾ യൂട്യൂബിൽ വാച്ച് ചെയ്തിരുന്നവർ ഇതുവരെ ചോദിച്ചിട്ടുള്ള ഡൗട്ട്സ് ഇവിടെ ഇപ്പോൾ വായിക്കുന്നതാണ്. സർ നമുക്ക് അതിനുള്ള കറസ്പോണ്ടിങ് ആൻസേഴ്സ് ഷെയർ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ഹൗ ക്യാൻ വി ഗെറ്റ് ഇന്റേൺ ഓപ്പർച്യൂണിറ്റീസ് അറ്റ് വിഴിഞ്ഞം കൺസ്ട്രക്ഷൻ സൈറ്റ്? ചോദിച്ചിരിക്കുന്നത് നിർമ്മൽ സനൽ. Okay, can I say? Okay, even now there are a lot of interns coming in to understand about the project and do on their specific areas of interest. So I don't think that there is any problem, but we will be able to accommodate only limited people because of the protocols and security related aspects. So our intake will be limited, but however, if those who are keen, we can definitely look into. Thank you, sir. Anticipated auxiliary development schemes with respect to Vizhinjam project. So along with the port, see, as mentioned earlier, the port is not, the old concept of port is not valid now, just for cargo loading or unloading. Now, the ports are transforming into business centers, hubs for logistic chains, multimodal transport and things like that. So for the port, it's like if you have a port, then there will be a lot of industries and a lot of things happening in the hinterland. Then there is a saying like, the ports, suppose if you want to set up a port at some place, the port operator or the developer will come and ask, see, you don't have any industries, so why I should set a port? The industries will come and say, there is no port here, so I can't set up any industries. So it's like a chicken and egg situation. So here what the government did is, government was proactive in stepping in to set the basic infrastructure for any port developer to come in. That is how this became a winning or a promising proposition for the private developer to chip in. So now, once the port comes, definitely there will be a lot of gateway traffic, which will significantly boost the industrial activity in the hinterland. And plus, now with the port coming up, there will be a lot of logistic supply chain activities cropping up, free trade warehousing zones, then a lot of other services. In fact, along with the port development, we are planning a maritime cluster which will both augment the port activity as well as and vice versa. So there are successful examples of maritime clusters in places like Rotterdam, London, Singapore, then in Malaysia too. So we are also trying to come up with a maritime cluster concept to go in parallel with the port activity. So there will be a lot of spin-offs and value addition possible as a result of the port developer. That is what exactly we have used the name game changer. This is definitely going to change the face of not only Trivandrum, but the region as a whole, even Tamil Nadu. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. സർ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യമായി, is current sea rise at Trivandrum is due to Vizhinjam port? No. Vizhinjam port has nothing to do with the sea level rise. Sea level rise, it's a different phenomena. It has nothing to do with the port, because if you look at shoreline, the size of Vizhinjam port within that area, when compared to the whole shoreline itself, will speak about the size of the port vis-a-vis the total the coastline. And sea level rise is not due to any port activity, but it's due to other change in climate variations and all, which is being discussed quite a lot by various countries. Thank you, sir. Adutha question, were there not a city development project along the port?
Pardon? Where? There are not city development project along the port. Yeah, that's what I indicated, because an outer area growth corridor is proposed, which will be 80 kilometers in length, joining or emanating from Vizhinjam Port, which will be a ring road, 80 kilometers in length, up to Paripalli, which is towards the north of Trivandrum. So there, along the 80-kilometer corridor, there will be it will be a 60-kilometer wide right of way for the road, with 2.5 kilometers on either sides, planned development proposed for various activities like education, recreation, industrial activities, and so on and so forth. So this is in a long-term perspective you will have to look into, because tomorrow, if the port comes, and day after tomorrow, you cannot have all this coming in. So it will take its own time. So we thought about developing the port 30 years ago, and 20 years ago we started all the studies, and a lot of attempts were made to bring in private developers to do it. And only now in the year 2015 we could materialize. So this is a long gestation project. So it will take its own course of action, and definitely we can expect a sea change, or a total facelift for not only for Trivandrum but for the neighboring regions. It is going to bring in a lot of changes and industrial activity and other enhancement of other services and all in this sector. Okay, അടുത്ത question. How acropod of plain concrete block of 5 cubic meter is handling safely? Yeah, of course, there are protocols to handle acropods, and there are specific points where it has to be hooked, and how it has to be transported, and how it has to be placed. Even right from the casting, right from the mix for the concrete, it's a dense concrete. Right from the mix design, the casting of this particular block, then transporting from one place to another, and in fact positioning by the side of the breakwater, it's a very complex task, and it has to be placed to lines and levels with GPS positioning system, and it's fully controlled by a computer. The divers will have to go there and place it to get the proper interlocking between the various blocks. Thank you, sir. Any industrial parks or maritime cluster planned as the part of this project? Yeah, definitely. Maritime cluster is proposed, so for which we have already initiated some action. Industrial parks will definitely follow suit, because once you have the port and the gateway cargo picks up, because right now it will take another because the project is delayed. So there are a lot of inquiries for setting up industries around this port. So the industries will be definitely coming in, and though predominantly the port is designed as a container transshipment terminal, we expect a significant amount of gateway cargo, which can be which can cater to the hinterland of Trivandrum, as well as the nearby regions in Tamil Nadu. So industries will definitely come in, and there are plans, and there are a lot of people interested to set up industries around in the influence area, the port and beyond. Next question. Is it not possible to extract VGF4 silver line said to be done with ridership? No, I can't comment on this. Definitely, viability gap funding is a scheme under the Government of India, Ministry of Finance, and those projects which are not viable, and at the same time which is supposed to propel the socio-economic growth and employment opportunities, will definitely stand as a good candidate under Government of India to be eligible for viability gap funding. And that is how we have proposed this particular project, and an in principle approval has been secured for this. So definitely other projects can also take cue from what we have done.
And I wouldn't say that it is not a difficult proposition to tap viability gap from Government of India. And next question. In the first phase of 800-meter berth, will it be possible to dock 2 motherships of 400-meter length? Definitely, because you can berth 2 mainline vessels of 400 meters. See, 400 meters is what the maximum size of vessel what we are saying. But it all depends, because all the time there won't be 2 vessels coming of the same length. So there will be a mainline vessel, at the same time some feeder vessel which will be lifting cargo from Vizhinjam port to other places, to other destinations, including other countries too, like Bangladesh or Sri Lanka or Africa, or to our other ports. So it need not be or it necessarily need not be 2 mainline vessels of 400 meters occupying the berth at the same time. Even if 2 mainline vessels come, they can be berthed. The bollard, the what do you call the bollard lines can be adjusted in such a way that 2 mainline vessels can be berthed without any problem. Okay, next question. This is the last question for the sessions. How Collateral port in Tamil Nadu will be benefited by Vizhinjam port? No, Collateral port is a non-taker, or there was a plan to develop Collateral port a few years ago, that is 5 or 6 years ago. But that has been dropped because of protests by the local fishermen. And then that particular site was shifted to a place called Inayam, that is north of Collateral. Again, the same thing happened there, and that was again shifted to Kanyakumari. So there is a proposal to develop a similar transshipment port at Kanyakumari, but again that there are a lot of protests there by the local fishermen, which so as a result which couldn't take off. But now Government of India has accorded top priority to develop Vizhinjam port as a transshipment terminal. So this is given the first priority, and the second priority goes to a place called Campbell Bay in Andaman and Nicobar Islands. So that will be the second transshipment port of our country, and the third priority goes to Kanyakumari. All these things depend upon how the cargo or the transshipment cargo could be attracted to these ports, and how the ports could progress as a result of transshipment business. So everything depends upon this game, which is quite a dynamic and a complex game. We are at time limit. So let me conclude this program by inviting our General Manager Revit CK sir for vote of thanks. Good evening all. This is the end of the section of Let's Talk Engineering, episode 7, a joint venture of Civilianz and Swadeshi Science Movement. Also in association with Association of Engineers Kerala, Indian Society for Technical Education Kerala, Kerala Self-Financing Engineering College Management Association, Energy Conservation Society, and our online platform partner Trivandrum Online. ഞാൻ ആദ്യമായിട്ട് നന്ദി അർപ്പിക്കുന്നത് ഇന്നത്തെ നമ്മുടെ ഇനാഗുറൽ അഡ്രസ് ചെയ്ത ഓണറബിൾ മിനിസ്റ്റർ ശ്രീ അഹമ്മദ് ദേവർകോവിൽ സാറിനാണ്. സാറിൻ്റെ തിരക്കുകൾക്കിടയിലും ഞങ്ങളുടെ ഈ പരിപാടിക്കായിട്ട് ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ചെത്തിയ സാറിന് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ദ മാൻ ബിഹൈൻഡ് ദ പ്രോഗ്രാം ഡോക്ടർ ജയകുമാർ, CEO ആൻഡ് ഡയറക്ടർ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ്, സാറിൻ്റെ ഈ ഒരു പ്രഭാഷണം അല്ലെങ്കിൽ ഈ ഒരു ടോക്ക് എല്ലാവർക്കും, ഏതൊരു സാധാരണക്കാരന് പോലും വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിൻ്റെ ആവശ്യകത അല്ലെങ്കിൽ അതിനകത്തുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് സാറ് നല്ല ഭംഗിയായി തന്നെ ഞങ്ങൾക്ക് അവതരിപ്പിച്ച് തന്നിട്ടുണ്ട്. സാറിനും ഞങ്ങളുടെ സിവിലിയൻസിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ഡോക്ടർ VN സഞ്ജീവൻ, പ്രസിഡന്റ് സ്വദേശി സയൻസ് മൂവ്മെന്റ്, ഫോർമർ ഡയറക്ടർ സെന്റർ ഫോർ മറൈൻ ലിവിംഗ് റിസോഴ്സസ് ആൻഡ് എക്കോളജി, സാറിനും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. സാറും ഇന്നത്തെ പ്രോഗ്രാമിൽ സാറിന് സംസാരിക്കാൻ പറ്റിയിട്ടില്ല, എന്നിരുന്നാലും ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ച സാറിനും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ഡോക്ടർ K. സോമൻ, എനർജി കൺസർവേഷൻ സൊസൈറ്റി പ്രസിഡന്റ്, സാറിനും എൻ്റെ നന്ദി അറിയിക്കുന്നു.
അതുപോലെ ഞങ്ങളുടെ പരിപാടിയിൽ എത്താൻ പറ്റിയില്ല എങ്കിലും ഞങ്ങളുടെ സാന്നിധ്യം അറിയിച്ച എഞ്ചിനീയർ ഖരീം, കേരള സെൽഫ് ഫിനാൻസിങ് എഞ്ചിനീയറിംഗ് കോളേജ് മാനേജ്മെൻറ്റ് ആൻഡ് അസോസിയേഷൻ്റെ അംഗമാണ്, ജനറൽ സെക്രട്ടറിയാണ് സാറ്. അതോടൊപ്പം ഡോക്ടർ നിധി NP, മെമ്പർ നാഷണൽ എക്സിക്യൂട്ടീവ് കൗൺസിൽ ഇന്ത്യൻ സൊസൈറ്റി ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, മാമിനും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ഇന്ന് ഈ പ്രോഗ്രാം കണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം എൻ്റെ ക്രൂ മെമ്പേഴ്സിനും എൻ്റെയും അതുപോലെ സിവിലിയൻസിൻ്റെ പേരിലുള്ള നന്ദിയും ഞങ്ങൾ അറിയിക്കുന്നു. ഇതോടുകൂടി ഈ എപ്പിസോഡ് 7 ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് അടുത്ത മാസം ലെറ്റ്സ് ടോക്ക് എഞ്ചിനീയറിംഗിൻ്റെ എപ്പിസോഡ് 8 നമുക്ക് കണ്ടുമുട്ടാം. സോ സ്റ്റേ ട്യൂൺ ഫോർ ലെറ്റ്സ് ടോക്ക് എഞ്ചിനീയറിംഗ് എപ്പിസോഡ് 8. താങ്ക് യു all.